ഇന്നലെ നമ്മൾ പടം വരെ തുടങ്ങിയായിരുന്നില്ലേ പിള്ളേരെ? ആ, പടം വരയ്ക്ക് ഒരു 10 സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു മോനെ ആദ്യത്തെ സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. നീ ഒരു സ്റ്റെപ്പ് പറയും, ഞാൻ ഇനി മാറി മാറി ചോദിക്കും ഓരോരുത്തരോട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഡൊമെയിൻ കണ്ടുപിടിക്കുക. എഫിന്റെ ഡൊമെയിൻ കണ്ടുപിടിക്കുക. ദീപക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ ദീപക് മോനെ? മറന്നുപോയി. നിന്റെ നോട്ടൊന്നും ഇല്ലട കൂട്ടാ. ഉണ്ടായിരുന്നു, അത് എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. അശ്വതി എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ? എന്താണ്? എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും. വൈ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഈക്വൽ ടു വൈ ഇന്റർസെപ്റ്റ് കാണാനായിട്ട് എക്സ് ഈക്വൽ ടു 0 കൊടുക്കും അല്ലേ കുട്ടിയെ? അതുപോലെ തന്നെ എക്സ് ഇന്റർസെപ്റ്റ് കാണാനായിട്ട് വൈ ഈക്വൽ ടു 0 കൊടുക്കും അല്ലേ? നീ ഒന്നും വായിച്ചിട്ടില്ലേ അല്ലേ? മൂന്നാമത്തെ ആൾ ആരാ പറഞ്ഞേ? ദേവിക. മൂന്നാമത്തെ എന്താ? എഫ് ഓഫ് നെഗറ്റീവ് എക്സ് കൊടുത്തിട്ട് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അത് എന്തായിരിക്കും? അത് ഈവൺ ഫംഗ്ഷൻ ആണ്. ഈവൺ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണത്. ഈവൺ ആണെന്നുണ്ടെങ്കിൽ സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് ആണോ? അല്ലല്ലോ. ഓഡ് ആണെന്നുണ്ടെങ്കിൽ സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. പിള്ളേരെ പരീക്ഷ അടുത്ത വെള്ളിയാഴ്ച പരീക്ഷ അല്ലേ? ദേവിക കേൾക്കണില്ലേ നീ? അപ്പൊ ഇത് മൂന്നെണ്ണം പറഞ്ഞാൽ നിന്നെ വിടാം. ആദ്യത്തെ മൂന്നെണ്ണം പറഞ്ഞ ഫസ്റ്റ് ഡൊമൈൻ കാണാം, സെക്കൻഡ് വൈ ഇന്റർസെപ്റ്റ് എക്സ് ഇന്റർസെപ്റ്റ്, അതെങ്ങനെ കണ്ടുപിടിക്കാം? വൈ ഇന്റർസെപ്റ്റ് കാണാനായിട്ട് എക്സ് ഈക്വൽ ടു 0, എക്സ് ഇന്റർസെപ്റ്റ് കാണണമെങ്കിൽ വൈ ഈക്വൽ ടു 0. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ ഓഡ് ആണോ ഈവൺ ആണോ എന്ന് നോക്കാം. ഈവൺ ആണെന്നുണ്ടെങ്കിൽ സിമെട്രിക് വിത്ത് വൈ ആക്സിസ്, സിമെട്രി വിത്ത് ഒറിജിൻ. ഇതിങ്ങനെ കൃത്യമായിട്ട് ഓർത്ത് വരുമ്പോ ഒരു സുഖമില്ലേ കുട്ടിയെ? അതെ, ഇതൊക്കെ ഞാൻ ഇരുത്തി പഠിപ്പിച്ചു വിട്ടിട്ട് നിങ്ങൾ എന്താ ഇരുന്ന് പഠിക്കാത്തേ? വേറെ പണികളാണോ? അങ്ങനെയൊന്നുമില്ല അല്ലേ? ഹിന്ദു ഫോർത്ത് വൺ ലിമിറ്റ് എക്സ്ട്രീം ലിമിറ്റ്സ് കാണണം. മൈനസ് ഇൻഫിനിറ്റിയും പ്ലസ് ഇൻഫിനിറ്റിയിൽ അവൻ എന്താ സംഭവിക്കണേ നോക്കണം. അഞ്ചാമത്തെ പറഞ്ഞോ നീ? അസിംപ്റ്റോട്ട് കാണണം. ഓക്കെ, എന്താ ആളെ കേട്ട് കഴിഞ്ഞാ നിന്റെ? എല്ലാവരും ആയോ? ഇപ്പോ രണ്ടുപേരും കേറാണ്ട്. ആരൊക്കെയാ അത് രണ്ടുപേര്? സഞ്ജയം ഇതിന് പോയിക്കാണ്, എന്തോ ഇത് കളിയുണ്ടെന്ന് പറയണ്ടേ. ഗൂഗിള് പോയല്ലോ. ഗൂഗിള് ഇപ്പൊ കേറിട്ട് പോയി. പിന്നെ ഒരാളിപ്പോ വന്നല്ലോ, ലക്ഷ്മി വന്നിട്ടുണ്ട്. ഓക്കെ, ലക്ഷ്മി വന്നാച്ചാ? ഇത് ഏത് ലക്ഷ്മി? അത് സ്വരം കേട്ടപ്പോ മനസ്സിലായി അല്ലേ? കേരളത്തിൽ നിന്നുള്ള ആളോ? ലക്ഷ്മി വി യു ആണോ നോക്കൂ. അതിന് എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആയാൽ ഇൻക്രീസിങ്, നെഗറ്റീവ് ആയാൽ ഡിക്രീസിങ്. അതിന് ആ പോയിന്റുകൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഴം മുറിക്കുന്ന പോലെ മുറിക്കാൻ പോയിന്റ് കിട്ടണ്ട. അതിന് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എന്ത് ചെയ്യണം? 0. എഫ് ഡാഷ് എക്സ് എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഏഴാമത്തെ എന്താ അടുത്ത ആള് പറഞ്ഞേ? ലക്ഷ്മി വി യു ലക്ഷ്മി. എന്താണ് മാക്സിമം മിനിമം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുക. അത് നന്നായി പറയണ്ടല്ലോ. അന്ന് എട്ടാമത്തെയും പറഞ്ഞേ
കോൺകേവിറ്റി കണ്ടുപിടിക്കണം. കോൺകേവിറ്റി കോൺകേവ് അപ്പ് ആണോ ഡൗൺ ആണോ നോക്കണം. ഡൗൺ ആണ്. പിന്നെ ഒമ്പതാമത്തെ എന്താ നമ്മളെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. നീ അപ്പൊ ആദ്യം തൊട്ട് ഒന്ന് പറഞ്ഞേ, നല്ല രസമായിട്ട് നീ പറയണ്ടല്ലോ. ഒന്നാമത്തെ ഡൊമൈൻ കണ്ടുപിടിക്കുക. 2 എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കുക. മൂന്നാമത്തെ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആണോ ഒറിജിൻ ആണോ എന്ന് നോക്കുക. സിമെട്രിക് ഉണ്ടോ നോക്കുക. ഓക്കെ. പിന്നെ ലിമിറ്റ് പോസിറ്റീവ് ഇൻഫിനിറ്റി നെഗറ്റീവ് ഇൻഫിനിറ്റി നോക്കുക. ഇൻക്രീസിങ് എവിടെയാ ഡിക്രീസിങ് എവിടെയാന്നുള്ള ഇന്റർവെൽ കണ്ടുപിടിക്കുക. അഞ്ചാമത്തെ വേറെയാ. അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കുക. അസിംപ്റ്റോട്ട്സ് ഉണ്ടോ നോക്കുക. പിന്നെ ഇൻക്രീസിങ് ഡിക്രീസിങ് ആയിട്ടുള്ള ഇന്റർവെൽ കണ്ടുപിടിക്കുക. 7 റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിക്കുക. 8 കോൺകേവിറ്റി കണ്ടുപിടിക്കുക. 9 പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കുക. നമ്മൾ ചെയ്ത പ്രോബ്ലം ഏതായിരുന്നു? അതിലും ദീപക്കും പറഞ്ഞേ ഏതാ? അതിലെ പ്രോബ്ലം ഏതായിരുന്നു? 2x³ അതുൽ. ഒരു മിനിറ്റ് സാർ. പടം 10 പടം 2x³ മൈനസ് 3x² മൈനസ് 12x പ്ലസ് 12. നമ്മളിത് ഇവിടുന്ന് പഠിച്ചു പോണ പോലെയാണ് വിചാരിക്കണേ കേട്ടോ അതുലേ. സാർ അങ്ങനെയാണ് പോണ്ടത് കേട്ടാ. എന്നിട്ട് അതിന്റെ പടം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ, നമ്മൾ വരച്ചില്ലേ? വരച്ചായിരുന്നു. അത് മക്കളെ അത് വൃത്തിയായിട്ടൊന്ന് പിന്നെ വരച്ച് മക്കളൊന്ന് കാണിക്കണം. ആരെങ്കിലും സാറിനൊന്ന് കാണാൻ വേണ്ടിട്ടാ, ആരെങ്കിലും ചെയ്ത് എഴുതി വെച്ച് ആ പടം ഒന്ന് കാണാൻ വേണ്ടിട്ടാ നിങ്ങൾ വരച്ചു വെച്ചേക്കണം. ആരെങ്കിലും ലക്ഷ്മി വരച്ചിട്ടുണ്ടാ? പിയു ലക്ഷ്മി? ഇല്ല സാറേ, നോട്ട് എഴുതിയിട്ടില്ല. ഞാൻ വരയ്ക്കാം, ഇന്ന് തന്നെ വരയ്ക്കാം. ഹിന്ദു വരച്ചിട്ടുണ്ടോ മോള്? ഭംഗിയില്ലെങ്കിൽ ഒന്ന് കാണിച്ചു കേട്ടു. ഭംഗി വേണ്ട, നമുക്ക് കണ്ടാ മതി. ഒന്ന് പോയി കാണിച്ചേ നീ. യെസ്. അത് താഴെ ചെന്നിട്ട് പിന്നെ അവന്റെ ഗതി മുകളിലേക്കാണ് അല്ലെ? പിന്നെ മോള് വരയ്ക്കുമ്പോ കുറച്ചും കൂടി ഒരു ഇത് സ്ട്രെയിറ്റ് ലൈൻ പോലെ വരരുത് കുട്ടി, മനസ്സിലായോ? അപ്പും ഡൗണും അല്ലേ, അത് ഒന്നുകൂടി വരയ്ക്കാം. അതെ, അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒഴുകി പോണ പോലെ ഇരിക്കണം പടം വരും കേട്ടോ. പടം എങ്ങനെ പോണം? ഒഴുകി പോണം. അപ്പൊ അവിടെ വരുമ്പോ നമുക്ക് അവിടെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ചെന്ന് മുട്ടി നിൽക്കണ പോലെ ഗുഡ്സിടിച്ച പോലെ നിൽക്കരുത് കേട്ടാ. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റിന്റെ ഫോർമാറ്റ് കയ്യിലുണ്ടോ? ടെക്സ്റ്റ് കയ്യിലുണ്ടോ? PDF ഉണ്ട്. ഓക്കെ. ഇനി അടുത്തത്, അപ്പൊ ഇതിന് 4 എണ്ണത്തിന്ന് ഒരെണ്ണം ചോദിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ പിള്ളേരെ. നമ്മളിപ്പോ ഒരെണ്ണല്ലേ ചെയ്തിട്ടുള്ളൂ കുട്ടികളെ, ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ. ഇനി Fx ഈക്വൽ ടു, അടുത്ത പടം ഇതാണ്. Fx ഈക്വൽ x² ഡിവൈഡഡ് ബൈ, നമുക്ക് പണി തരാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള പടാണ്. x² ഡിവൈഡഡ് ബൈ x² മൈനസ് 1. കിട്ടി മോനെ? കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇത് ചെയ്യാൻ പോവാണ്. x² ഡിവൈഡഡ് ബൈ x² മൈനസ് 1. വളരെ സൂക്ഷിച്ചിരിക്കാൻ. ഞാൻ ആരോട് വേണമെങ്കിലും ചോദിക്കും. നിങ്ങൾ രണ്ടുപേരെ വിട്ടു തന്നിട്ട് കാര്യമില്ല കേട്ടോ പിള്ളേരെ. ദീപക്കും അത് മാത്രമല്ല എന്റെ ടാർജറ്റ്, റൈറ്റ്? ഇപ്പൊ എല്ലാവരും ആയോ മക്കളെ? എല്ലാവരും ആയോ? ആരാ ഇനി കുറവുള്ളത്? വൃന്ദൊന്ന് നോക്കിയിട്ട് പറയും. 9, 6, 15 ഒരാളാ കുറവ്. ഗോകുലും സഞ്ജയുള്ളൂ. അവർ രണ്ടുപേരും ഗോകുല് കേറിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വോയിസ് ഇട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ നമ്മള് സഞ്ജീവ് കേട്ടാ. ഇത് വളരെ ഇമ്പോർട്ടന്റ് സാർ, അതുകൊണ്ടായി പറയണേ. കാരണം ഇത് ആർക്ക് വേണ്ടിയിട്ടാ പറയണേ എന്നുള്ളത് വളരെ വ്യക്തല്ലേ. മക്കൾക്ക് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോ പകയ്ക്കാണ്ട് എഴുതാൻ പറ്റണം, അത് ഉദ്ദേശമുള്ളൂ. അതില്ലേ പറയുമോനെ? ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മുടെ? ഈ ഫംഗ്ഷന്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു താഴ്ഭാഗം ഉള്ളതാണ് ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നം അല്ലേ? ഉള്ളതാണ് പ്രശ്നം. ന്യൂമറേറ്റർ വളരെ മര്യാദക്കാരനാണ്, അയാൾ എല്ലായിടത്തും ഡിഫൈൻഡ് അല്ലേ? അപ്പൊ നമുക്ക് എവിടെയാണ് കുഴപ്പമുള്ളത് നോക്കുകയാണെങ്കിൽ ആര് കുഴപ്പമുണ്ടാവണം? x² മൈനസ് 1 0 ആവുമ്പോ കുഴപ്പമാണ് അല്ലേ കുട്ടി? x² ഈക്വൽ ടു 1 അല്ലേ? x ഈക്വൽ ടു
പ്ലസ് ഓർ മൈനസ് വൺ. പ്ലസ് ഓർ മൈനസ് 1. അവിടെ ഈ ഫംഗ്ഷൻ എന്തല്ല? ഡിഫൈൻഡ് അല്ല. ഡിഫൈൻഡ്. അപ്പൊ ഡൊമൈൻ ഒന്ന് പറഞ്ഞു ഏതൊക്കെയാ ഡൊമൈൻ ഒന്ന് പറഞ്ഞു. നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് വരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പോവാം. ഏതൊക്കെ ഒഴിവാക്കണം? 1 ഒഴിവാക്കണം, -1 ഒഴിവാക്കണം. അപ്പൊ ഒന്ന് ഈ പടം അങ്ങനെ വരികയാണെങ്കിൽ ഒന്ന് പറഞ്ഞു എന്താ ചെയ്യേണ്ടത്? ഞാൻ കാസർഗോഡ് നിന്ന് പോകുന്നു, നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് -1 വരെ. -1 വരെ ഞാൻ വന്നു. അതിനുശേഷം 1 തൊട്ട് ഇൻഫിനിറ്റി വരെ. അല്ല, ഇതും വേണ്ടേ? -1 to +1 വേണ്ടേ? സർ, -1 to +1 വേണം. +1 വേണം. പിന്നെ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ. അപ്പൊ ഇന്റർവെൽ എന്ന് പറഞ്ഞു. therefore domain is -∞ -1 യൂണിയൻ പറയുമോനെ -1 തൊട്ട് 1 വരെ യൂണിയൻ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ. ഡൊമൈൻ മനസ്സിലാവാത്തവരുണ്ടോ? അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഇല്ല സർ. ക്ലിയർ ആയോ ദീപക്കെ? സർ. പിന്നെ ആരാ? ലക്ഷ്മി വിയു അല്ല, മറ്റേ ലക്ഷ്മി. സർ. ഡൊമൈൻ കിട്ടിയോ നിനക്ക്? കിട്ടി. ഫംഗ്ഷൻ എവിടെയൊക്കെ ഡിഫൈൻ ചെയ്യാത്തത് എവിടെയായിരുന്നു? -1 +1 അതെങ്ങനെയാ കിട്ടിയത് നിനക്ക്? x² -1 = 0, not equal to 0 കിട്ടി. x² -1 0 ആവുമ്പോഴാണ് കുഴപ്പമുണ്ടാവണേ അല്ലേ? അപ്പൊ കേട് വന്ന പല്ല് ഏതാ? 1 ഉം 1 ഉം -1 ഉം. ആ പല്ലെടുത്ത് കളഞ്ഞാ പോരെ? ആ, അതിന് ഏതാ നിന്റെ വായ? ഏതാ? -∞ to +∞ അല്ലേ വായ? അതിലല്ലേ പല്ലിരിക്കണേ? കേട് വന്നത് ആരെടുത്ത് കളഞ്ഞു? -1 എടുത്ത് കളഞ്ഞു. 1 കളഞ്ഞു. അപ്പൊ ഇന്റർവെൽ ഒന്ന് പറഞ്ഞു നോക്കിയ മോള്. -∞ to -1, പിന്നെ -1 to 1, പിന്നെ 1 to infinity. പരീക്ഷയ്ക്ക് എഴുതുവോ? എഴുതും. അപ്പൊ ഡൊമൈൻ്റെ കാര്യം തീരുമാനമായില്ലേ? ഓക്കെ, ഡൊമൈൻ്റെ കാര്യം തീരുമാനമായി. ഇനി രണ്ടാം ഭാഗം. രണ്ടാം ഭാവം എന്താണ്? രണ്ടാം ഭാവം പറയുമോനെ? എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം. എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും കാണണം. വൈ ഇന്റർസെപ്റ്റ് കാണാനായിട്ട് നമുക്ക് x = 0 കൊടുത്താൽ പോരെ? ഓക്കെ, മനസ്സിലായോ? അപ്പോ x = 0 കൊടുത്താൽ y ആരാ? y എന്ത് തന്നെയാണ്? പറയുമോനെ? 0 തന്നെ വരും. 0 തന്നെയാണ്. y 0 കൊടുത്താൽ x ഉം എന്താണ്? 0. y 0 കൊടുത്താൽ x² / x² - 1 = 0. therefore x² = 0. therefore x = 0 അല്ലേ? അപ്പൊ എന്ത് കിട്ടി നമുക്ക്? എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും കിട്ടി. എത്രയത്? 0 0. രണ്ടും 0 ആണ്. എക്സ് ഇന്റർസെപ്റ്റ് 0, വൈ ഇന്റർസെപ്റ്റും 0. വൈ ഇന്റർസെപ്റ്റ് 0. ക്ലിയർ ആയോ? സർ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മക്കളെ, ഈ കർവ് എന്ന് പറയുന്ന ചങ്ങാതി ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. എക്സ് ഇന്റർസെപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എക്സ് ഇന്റർസെപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ടിയില്ല, ഇവിടെ കട്ടാവണില്ല. വൈ ഇന്റർസെപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെയും കട്ടാവണില്ല. അപ്പൊ കർവ് ഏതിക്കൂടെ പോണം? ആരിക്കൂടെ പോണം? പറയും. ഒറിജിനിൽ കൂടെ. നീ ഇവിടെ x 0 കൊടുത്താൽ y 0 കിട്ടില്ലേ നിനക്ക്? സർ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത് ആരിക്കൂടെ പാസ് ചെയ്യുന്നുണ്ട്? ഒറിജിനിൽ കൂടെ. ഒറിജിനിൽ. അപ്പൊ അതിന്റെ ഇന്റർസെപ്റ്റുകൾ എന്താ? 0 0. അതായത് ഇന്റർസെപ്റ്റിന്റെ ആർഗ്യുമെന്റ് സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നായിരുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് y ഇന്റർസെപ്റ്റ്, ഇതെന്താ? എക്സ് ഇന്റർസെപ്റ്റ്. അത് രണ്ടും 0 ആണെന്നുണ്ടെങ്കിൽ ആ അകലില്ല, ഒരാളിക്കൂടെ പോണ്ട്. ഇത് രണ്ടും 0 ആണെങ്കിൽ എന്തി കൂടെ പോവത്? കർവ് ഒറിജിനിൽ കൂടെ. ഓക്കെ, അപ്പോ ഹിയർ ബോത്ത് ഇന്റർസെപ്റ്റ്സ് ആർ 0 0 മനസ്സിലായി മക്കളെ? സർ. തേർഡ് വൺ എന്താ കാണേണ്ടത്? തേർഡ് വൺ എന്താ ശരിക്ക്? സിമെട്രി അല്ലേ? സർ. പറയും മക്കളെ, എന്താ കാണേണ്ടത്? തേർഡ് വൺ സിമെട്രി. അപ്പൊ അതിന് ഓഡ് ആണോ ഈവൺ ആണോ നോക്കണം അല്ലേ? സർ. f of -x is equal to -x in the square divided by -x in the square -1
That is x square divided by x square minus 1. അവനെ തന്നെ കിട്ടിയേ. ആ സർ. ഓക്കെ, അതന്നെയല്ലേ കിട്ടണം വൃത്തിയായിട്ട് മക്കളെ. ആ സർ. അപ്പോ ഇത് എന്ത് ഫംഗ്ഷൻ ആണ്? എഫ് ഓഫ് മൈനസ് 6 ഈക്വൽ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഫംഗ്ഷൻ? ഈവൺ ഫംഗ്ഷൻ ആണ്. therefore it is symmetrical with respect to ഏത് ആക്സിസ് ആണ്? ഈവൺ ആവുമ്പോ ഞാൻ പറഞ്ഞു ഏത് ആക്സിസിനാ സിമെട്രി? വൈ ആക്സിസിന് സിമെട്രിക് ആയിരിക്കും. ആക്സിസിന്. പിള്ളേരെ നിങ്ങൾ എന്താ മിണ്ടാത്തേ? ആ സർ, ഇവിടെ ഉണ്ട്. yes shows that എന്താണ്? This shows that ഈ ഫംഗ്ഷൻ is E1, ഫംഗ്ഷൻ is E1, therefore വൈ ആക്സിസിനോട് ഫംഗ്ഷൻ സിമെട്രിക് സിമെട്രിക് ആണ്. ആണ്. അപ്പൊ 3 കാര്യങ്ങളായി. ഒന്നാമത്തെ കാര്യം ഡൊമൈൻ കിട്ടി. രണ്ടാമത്തെ കാര്യം ഇന്റർസെപ്റ്റുകൾ രണ്ടും സംപൂജ്യരായി അല്ലേ? ആ സർ. മൂന്നാമത്തെ കാര്യം എന്ത് കിട്ടി? ഈവൻ ഫംഗ്ഷൻ ആണെന്ന് കിട്ടി, സിമെട്രിക് ആണെന്ന് കിട്ടി. അതുകൊണ്ട് സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആണെന്ന് കിട്ടി. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നത് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ഒറിജിൻ അല്ലേ? ഒറിജിൻ ആണ്. അത് വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കിടന്ന് ചെറുതായിട്ടൊന്ന് ബാക്ക് പോണില്ലേ, ഡിഫൻസിലേക്ക് പോണില്ലേ ചെറുതായിട്ട്. ഡിഫൻസിൽ. അപ്പൊ ഇവിടെ ഈവൺ ആവുമ്പോ അത് എന്താണ്? അബൌട്ട് വൈ ആക്സിസ് ആണ്. വൈ ആക്സിസ് ആണ്. അത് നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി മക്കളെ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇല്ലേ നമ്മുടെ? ആരാണ് y ഈക്വൽ ടു ആരാ? എക്സ് സ്ക്വയർ. അത് ഇങ്ങനെ ഇരിക്കുന്ന പരാവളിയല്ലേ അവന്? അവിടെ ആക്സിസ് ആരാ? അതിന്റെ നടുക്ക് ഉള്ളിലിരിക്കുന്ന ആക്സിസ് ആരത്? വൈ ആക്സിസ് അല്ലേ? അതെ സർ. അതായത് എക്സിന് ഈവൺ പവർ വരുമ്പോൾ അത് സംഭവിക്കുക. ഓക്കെ, സോറി അബൌട്ട് വൈ ആക്സിസ്. അപ്പൊ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമൻ എന്താണ്? എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കണ്ടേ പിള്ളേരെ? നാലാമത്തെ എന്താ കണ്ടുപിടിക്കേണ്ട? എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് എക്സും പിന്നെ ആരെ കാണണം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി. പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി പറഞ്ഞാൽ പോലെ. റൈറ്റ്? ഇതാണ് നമ്മുടെ താരം. ആരാണ്? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. ഈ ഇൻഫിനിറ്റിയിലത്തെ കേസ് ചെയ്യുമ്പോൾ സാറ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം ചെയ്തായിരുന്നു. ഒരേ ഡിഗ്രി വരുമ്പോ മുകളിൽ അടിയിലും. അതുകൊണ്ട് പറയും മക്കളെ എക്സ് സ്ക്വയർ മൈനസ് 1 ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? മുകളിൽ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാ, താഴെയും എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇതെങ്ങനെ വരിക? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. am I right? യെസ് സർ. ഇത് മനസ്സിലായോ മോനെ? ആ സർ, മനസ്സിലായി. എന്നിട്ട് നമ്മള് എക്സിനെ ഇൻഫിനിറ്റിയിലേക്ക് പോയി 1 ബൈ എക്സ് സ്ക്വയർ എവിടേക്ക് പോകും? കിട്ടുണ്ണി എവിടേക്ക് പോകും? 0യിലേക്ക് പോകും അല്ലേ? ആ സർ. 1 ബൈ എക്സ് സ്ക്വയറിന്റെ ലിമിറ്റ് എത്രയാ? x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ആ സർ, 0 ആവും. ഇത് 0 ആവും. അപ്പൊ ഇതിന് മൊത്തത്തിൽ വാല്യൂ എന്തായിട്ട് മാറും? 0. പറഞ്ഞോ. 1 ഡിവൈഡഡ് ബൈ 1 ആയിട്ട് വരും മക്കളെ. എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ സ്ലോലി പിടിക്കലട്ടാ. x ടെൻഡ്സ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 1 കിട്ടും. പ്ലസ് ഇൻഫിനിറ്റി വന്നാൽ എന്തിനെ കിട്ടും കുട്ടികളെ? 1 തന്നെ വരും. 1 തന്നെ കിട്ടും. കൺഫ്യൂഷൻ വല്ലതുണ്ടോ മോനെ? പറയും. ഇല്ല സർ. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് ഒരേ ഡിഗ്രിയാണ് മുകളിൽ അടിയിലും. ആ മാക്സിമം പവർ ആയിട്ടുള്ള എക്സ് സ്ക്വയർ കൊണ്ട് മുകളിൽ അടിയിൽ എന്ത് ചെയ്യും മോനെ? ഡിവൈഡ് ചെയ്യും നമ്മൾ. ഡിവൈഡ് ചെയ്യും. അപ്പൊ മുകളിൽ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ 1 ആവും. താഴെ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ 1 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. മുകളിൽ അടിയിലും എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പൊക്കോളില്ലേ? ആ സർ. അപ്പൊ മുകളിൽ ചെയ്യുന്ന ഓപ്പറേഷൻ തന്നെ താഴെയും ചെയ്താൽ നള്ളിഫൈ ചെയ്ത് പോയിക്കൊള്ളോ? ആ സർ. ഓക്കെ. എന്നിട്ട് നമുക്ക് 1 ബൈ 1 മൈനസ് എക്സ് 1 ബൈ 1 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ വന്നു. ഇനി ഇതിന്റെ ലിമിറ്റ് കാണും. 1 ബൈ എക്സ് സ്ക്വയറിന്റെ ലിമിറ്റ് എന്താണെന്ന് അറിയാം നമുക്ക്? ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 0 ആണ്. അപ്പൊ 1 ബൈ 1 മൈനസ് 0 ദാറ്റ് ഈസ് 1 ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. കിട്ടിയോ? അപ്പൊ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്നത് ഫംഗ്ഷൻ വാല്യൂ എന്താവുക ചെയ്യണം? ലിമിറ്റ് എന്താവണേ? ഫംഗ്ഷൻ വാല്യൂ ഒരു വാല്യൂ ഫൈനൈറ്റ് വരും. ലിമിറ്റ് എത്രയായി? 1 ആയി. അതാണ് പറഞ്ഞു വെക്കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ്. കിട്ടിയ കുട്ടികളെ? ആ സർ. അതെങ്ങനെയാ കണ്ടുപിടിച്ച? മുകളിലടിയിലും സാർ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു?
എക്സ് സ്ക്വയറും വെച്ച് എക്സ് സ്ക്വയർ ഉണ്ട്. എന്നിട്ട് 1/x സ്ക്വയറിന്റെ ലിമിറ്റ് എത്രയാണ്? 1/x സ്ക്വയറിന്റെ 0 ആണ്. അപ്പൊ എന്ത് കിട്ടി? 1/1 കിട്ടി. ദാറ്റ് ഈസ് 1. തെറ്റിക്കോ? ഇല്ല സർ. ഇല്ല സർ. ഓക്കെ. ഇനി മക്കൾക്ക് അടുത്തത് നാലാമത്തെ എന്താ വേണ്ടത്? നമ്മുടെ നിയമം അനുസരിച്ചിട്ട് ഡിറ്റർമിൻ അഞ്ചാമത്തെ അസിംപ്റ്റോട്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കുട്ടികളെ ശ്രദ്ധിക്കണ്ട. എന്ത് കണ്ടുപിടിക്കാനാണ്? അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ താരം ആരാണ്? x²/(x²-1) ആണ്. സാധാരണഗതിയിൽ ഇതിന് ഇൻഫിനിറ്റ് വാല്യൂ വരുന്നത് ഡിനോമിനേറ്റർ 0 ആവുമ്പോഴല്ലേ മക്കളെ? ഒന്ന് പറയൂ അല്ലേ? അതെ. അത് നമ്മൾ ഇങ്ങനെ ചെയ്തു നോക്കും. അത് ഏതാ പോയിന്റ്? അപ്പൊ ഉടനടി കിട്ടും നമുക്ക് x²-1 = 0. ദാറ്റ് ഈസ് x² = 1, x =+or-1. Got it? Yes sir. അതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ലിമിറ്റ് x → 1 - 1 or -1 എന്ന് വിളിക്കാം. x²/(x²-1) എന്ന് പറയുന്നത് ഇൻഫിനിറ്റി കിട്ടില്ലേ കുട്ടികളെ? നോക്കൂ. കാരണം എന്താ? മുകളില് -1ന്റെ സ്ക്വയർ അത് 1 ഒക്കെ ആവും. താഴെ 1 - 1 അല്ലേ കുട്ടി? ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നു -1ന്റെ. അപ്പോ ഡിനോമിനേറ്റർ 0 ആവുമ്പോൾ വാല്യൂ വലുതാവില്ലേ? അതുപോലെ തന്നെ ലിമിറ്റ് x → 1 - 1 ഇത് തന്നെയായിരിക്കില്ലേ? ഓക്കെ. അപ്പോ x = 1 x = 1 x = -1 x = 1 x = -1 എന്ത് അസിംപ്റ്റോട്സ് ആണ്? വെർട്ടിക്കൽ അസിംപ്റ്റോട്സ് ആണ്. മക്കളെ ആ തിരിച്ചറിവ് വേണം. x = constant always represent a line which is perpendicular to x axis. മക്കളെ അതുലെ x = 1 പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻ അല്ലേ? മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് അസിംപ്റ്റോട്ട് എന്ന് വിളിക്കുന്നത്? വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. പ്രത്യേകിച്ച് നമുക്ക് വെർട്ടിക്കൽ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊരു അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവൻ വടിയായിട്ട് നിൽക്കല്ലേ ഇങ്ങനെ. അതുകൊണ്ട് അതിന് എന്ത് അസിംപ്റ്റോട്ട് എന്ന് പറയും? വെർട്ടിക്കൽ എന്ന് പറയുന്നു. മറ്റേ ഇങ്ങനെയാണെങ്കിലോ ഹൊറിസോണ്ടൽ എന്ന് പറയും. Can you follow? Yes sir. ഇനി മക്കൾ നോക്കിയേ, പാർട്ട് എ ഒരു പണി ചെയ്തു. പാർട്ട് എയിൽ എന്താ ചെയ്തേ? ലിമിറ്റ് x → ∞ fx എത്ര കിട്ടി മക്കൾക്ക്? 1 fx 1 എന്ന് കിട്ടിയ കുട്ടികളെ? ഇപ്പൊ ശരിയാക്കാം. യെസ്. ഇപ്പൊ തിരിഞ്ഞാ സൗണ്ട് കുറവുണ്ട്. സൗണ്ട് നന്നായിട്ട് കുറവുണ്ടോ? തിരിയുമ്പോ പറയണൊന്നും കേൾക്കണില്ല. ഏത് പറയുമ്പോ? ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പോ അല്ലെ? ഒന്നും കേൾക്കണില്ല. ഇത്ര ദിവസം ഉണ്ടായില്ലല്ലോ. അത് എന്താ ഉണ്ടായിക്കണേവോ? വലിയ കുഴപ്പമില്ല. ഞാൻ ആ ചെവിയിൽ വെച്ച് അപ്പൊ ശരിയാവോ? ഹലോ, വോളിയം കുറഞ്ഞു പോയിട്ടാണോ? വോളിയം കൂടുതലാ. പക്ഷെ ഈ ക്യാമറ ഒന്ന് അതിന്റെ മൂഡ് ഭാഗം അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കുക. അതാ ഉണ്ടായിക്കണം. ഞാൻ ഒരു പണി ചെയ്യാം പിള്ളേരെ. പിള്ളേരെ കാണുന്നുണ്ടോ ഇപ്പോ? ഹലോ, തിരിഞ്ഞ കൊളായ ആവട്ടെ. ഇപ്പോഴോ ശരിയായിട്ടുണ്ട്. സ്വരം കുറച്ചും കൂടി ഉണ്ടമായിട്ട് തോന്നുന്നുണ്ടോ? കേൾക്കാം, കുഴപ്പമില്ല. സ്വരം കൂടിയമായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോ? ഹലോ 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 സ്വരം കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ പിള്ളേരെ നമ്മളിപ്പോ എവിടെന്നാ പോയി? യെസ്, ഫോർത്തിലൊരു പണി ചെയ്ത് വെച്ചില്ലേ? ലിമിറ്റ് x → ∞ fx = എന്താ? 1 ആണ്. അങ്ങനെയാണെങ്കിൽ y = 1 എന്താണ്?
ഇത് 1 ആണല്ലോ. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണ്. ഏതാണ് ഹൊറിസോണ്ടൽ? അസിംപ്റ്റോട്ട് ആണ്. അസിംപ്റ്റോട്ട് ആണ്. അപ്പൊ രണ്ടു തരം അസിംപ്റ്റോട്ട്സ് ഉണ്ട്. ആരൊക്കെയാണ്? വെർട്ടിക്കൽ ആരൊക്കെയാ? x equal to 1 ഉം 1 minus 1. -1. പിന്നെ ലിമിറ്റ് ഓഫ് എഫ് 1 ആയതുകൊണ്ട് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി ആരാ? y equal to 1 horizontal asymptote. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണ്. അപ്പൊ അസിംപ്റ്റോട്ടിന്റെ കാര്യത്തിൽ തീരുമാനമായി. നമ്മളിപ്പോ 5 ആണോ കഴിഞ്ഞ്? 5 ആ കഴിഞ്ഞു. സർ. ആ ഇനി ആറാമത്തെ വരുമ്പോ എഫ് ഡാഷ് എക്സ് കാണുന്ന ആറാമത്തെ എന്താ സാധനം? ഇൻക്രീസിങ് ഡിക്രീസിങ്. അതിന് നമുക്ക് എന്ത് കിട്ടണം? എഫ് ഡാഷ് എക്സ് കാണണ്ടേ കുട്ടികളെ? ആ സർ. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞു തന്നെ നിങ്ങൾ എന്നോട് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 2x അറിയില്ലേ? മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ. ക്വോഷ്യന്റ് റൂൾ. Sir. That is equal to 2x cube minus 2x minus minus x 2x cube divided by x square minus 1 whole square. That is equal to the 30 minus 2x divided by x square minus 1 whole square. Am I right? sir. Okay. കിട്ടിയോ? ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടിയോ? Sir. ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി. ഇനി 4 എന്തിനാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? എന്താ പഠിച്ചു വെച്ചേക്കണത്? എന്തിനൊക്കെയാണ്? ആറാമത്തെ എന്താ വേണ്ടത് നമുക്ക്? ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻക്രീസിങ് ഡിക്രീസിങ് അല്ലേ കുട്ടികളെ? Sir. അപ്പൊ നമുക്ക് എപ്പോഴൊക്കെ നോക്കുക? അത് സാധാരണ എഫ് ഡാഷ് എക്സ് 0 ആവണം, നോട്ട് ഡിഫൈൻഡ് ആവണം. ഡിഫൈൻഡ് ആവണം അല്ലേ? sir. അപ്പൊ എവിടേക്ക് അത് എഫ് ഡാഷ് എക്സ് 0 ആവുമ്പോ എക്സ് 0 ആവില്ലേ? എഫ് ഡാഷ് എക്സ് 0 ആവുമ്പോ എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു 0. ന്യൂമറേറ്റർ 0 ആട്ടെ. ആണ്. ഇനി ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് ഏതാ? ഡിനോമിനേറ്റർ 0 ആവുമ്പോഴല്ലേ? എക്സ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് 1. എക്സ് ഈക്വൽ ടു പ്ലസ് 1 മൈനസ് 1. അപ്പൊ നമുക്ക് 3 ചങ്ങാതിമാരെ കിട്ടി. ഏതൊക്കെയാ? 0 പ്ലസ് ഓർ മൈനസ് 1. 0 പ്ലസ് ഓർ മൈനസ് 1. അപ്പൊ നമ്മുടെ ലൈനിനെ നമുക്ക് വെട്ടണ്ടേ? ലൈനിനെ വെട്ടുന്നുണ്ടാവുള്ളത് ഇന്റർവെൽ എന്ന് പറഞ്ഞ് മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1. മൈനസ് 1 പോകണം. പിന്നെ മൈനസ് 1 ടു 0. മൈനസ് 1 ടു 0. 0 ടു 1. 0 ടു 1. 1 ടു ഇൻഫിനിറ്റി. 1 ടു ഇൻഫിനിറ്റി. ക്ലിയർ ആയോ? സർ. 4 ഇന്റർവെൽ വരും. എവിടെയൊക്കെയാ? മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1, മൈനസ് 1 ടു 0, 0 1, 1 ടു ഇൻഫിനിറ്റി. ഓപ്പൺ ഇന്റർവെൽസ് കണ്ടോ? അതുപോലെ sir. Clear ആണ്. ഓക്കെ. അത് എങ്ങനെ കണ്ടുപിടിച്ച്? ഒന്ന് എഫ് ഡാഷ് എക്സ് നോട്ട് പോയി. Sir, break കേക്ക് ഉണ്ടായില്ല. എഫ് ഡാഷ് എക്സ് 0 ആവുമ്പോഴും എഫ് ഡാഷ് എക്സ് നോട്ട് ഉണ്ടാവുമ്പോഴാണ് മക്കളെ ഡിഫൈൻ അല്ലാണ്ടാവുമ്പോ. കേൾക്കണില്ലേ നിങ്ങള്? ആ സർ കേൾക്കാം. കേൾക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് കേറി പറഞ്ഞോളൂ, അല്ലെങ്കിൽ ആരെങ്ങനെ കാത്തിരിക്കും. ആ സർ. ഇനി ഇൻക്രീസിങ് ഡിക്രീസിങ് ഒക്കെ കണ്ടുപിടിക്കണം നമുക്ക് പിള്ളേരെ. ആ സർ. മൈനസ് മൈനസ് 1 അടിക്കുന്ന നമ്പർ പിള്ളേരെ എഫ് ഡാഷ് എക്സ് എത്രയായിരുന്നു? മൈനസ് 2x ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഒരു മൈനസ് 2 കൊടുത്ത് നോക്കി പിള്ളേരെ. ഇത് പോസിറ്റീവായി അല്ലേ? മൈനസ് 2 ഇൻറ്റു മൈനസ് 2 പ്ലസ് ആയി അല്ലേ? ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ കിട്ടുക നമുക്ക്? ഇൻക്രീസിങ്. മൈനസ് 1 ടു 0 ഒരു നമ്പർ പറയും. ഒരു നമ്പർ പറയും. മൈനസ് 1/2 കൊടുത്താൽ എന്ത് കിട്ടും പിള്ളേരെ? ഇത് പോസിറ്റീവ് ആയില്ലേ? sir. ഇത് താഴത്ത് എന്തായാലും പോസിറ്റീവ് ആവും. അത് എന്താ? അപ്പൊ അവിടെ എന്താ? Greater than 0. ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ? sir.
നോക്കിയേ, തെറ്റിയുണ്ടോ നോക്കിയാൽ നമുക്ക്. ശരിയല്ലേ? ഇല്ല സർ, ശരിയാണ്. ശരിയാണ്. അപ്പോ -∞ to 1 -1 to 0 ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. ഇൻക്രീസിംഗ് ആണ്. കിട്ടി. അടുത്തേക്ക് പോണം. 0 1 പോയിന്റ് പറയും. 1/2. 1/2 കൊടുക്കാം. 1/2 കൊടുത്ത ഇവിടെ -1 ആവും. ഓർക്കണ്ട, ഇവിടെ മൈനസ് ഇല്ലേ? സാർ -1. ആരായാലും പോസിറ്റീവ് ആണ്. സാർ അപ്പൊ ചിഹ്നം എന്താ? <0 ആയിരിക്കും. അപ്പൊ <0, therefore it is ഡിക്രീസിങ്. decreasing. ഇനി 1 to ∞. 1 ശേഷമുള്ള നമ്പർ പറയും. 2 കൊടുക്കാം. സ്ഥിതി 2 കൊടുത്താൽ മൈനസ് നെഗറ്റീവ് വരും, ഡിക്രീസിങ് ആവും. ഡിക്രീസിംഗ് ആണ്. അപ്പോ ഇൻക്രീസിംഗ് then ഡിക്രീസിങ്. decreasing. Can you follow? യെസ് സാർ. ഇനി ഇതില് യെസ്, ഏഴാമത്തെ എന്താ? റിലേറ്റീവ് മാക്സിമം ഓർ മിനിമം. ഇതില് ഏഴാമത്തെ എന്താ പറയുക? ഫൈൻഡ് ദ റിലേറ്റീവ് മാക്സിമം മിനിമയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഓക്കെ. ആ സർ. അപ്പൊ അത് വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. വി സി ദാറ്റ് 0 ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെ? 0 എന്താണ്? ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ്. പിന്നെയും നമുക്ക് 2 പോയിന്റ് കൂടി കിട്ടിയിരുന്നു, -1 +1. പക്ഷെ അവിടങ്ങളിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഡൊമൈനിൽ ഉണ്ട്. അത് നോക്കിയാൽ -1 +1 ഇല്ല സർ. ഇല്ല. നോട്ട് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്, therefore ആർ നോട്ട് ക്രിട്ടിക്കൽ നമ്പേഴ്സ് ഓഫ് എഫ്. അപ്പൊ അവര് ആരല്ല? എഫിന്റെ എന്തല്ല? ക്രിട്ടിക്കൽ പോയിന്റ്സ് അല്ല, ക്രിട്ടിക്കൽ നമ്പേഴ്സ് അല്ല. കാരണം എന്താ? ഈ -1 +1 നമ്മൾ ഉദ്ദേശിച്ച എന്തിനകത്തില്ല എഫിന്റെ ഡൊമൈനിലില്ല. ക്ലിയർ ആയോ പിള്ളേരെ? അപ്പൊ നമ്മള് ഡെറിവേറ്റീവ് 0 ഡിഫൈൻഡ് അല്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്തിലേക്ക് കടന്നു? ശരിക്ക് ക്രിട്ടിക്കൽ നമ്പറിലേക്ക് കടന്നു. ആരൊക്കെ എന്താ വിചാരിച്ചു? 0 വരാം, -1 വരാം, +1 വരാന്ന് വിചാരിച്ചു. പക്ഷെ 2 ചങ്ങാതിമാരെ നമ്മൾ ഒഴിവാക്കി. എന്താ കാരണം? ഡൊമൈനിൽ ഇല്ലാത്തതുകൊണ്ട്. ആ ഫംഗ്ഷൻ അവിടെ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. എവിടെ? 1 -1. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് മക്കൾ നോക്കി. അപ്പൊ 0 ആണ് നമ്മൾക്ക് ഒരു ആശ്രയം ഉള്ളത് അല്ലെ? 0 അല്ലേ ആശ്രയം ഉള്ളത്? അവിടെ നോക്കി അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇൻക്രീസിംഗ് ആണ്, റൈറ്റ് സൈഡിലോ ഡിക്രീസിങ്. അപ്പൊ എന്താ ഉണ്ടാവുക അവിടെ? മാക്സിമം ആയിരിക്കും. റിലേറ്റീവ് മാക്സിമം അറ്റ് x = 0. മറ്റു 2 സ്ഥലത്ത് പറയാൻ പറ്റാത്ത എന്താ കാരണം? ഈ -1 +1 പരിധിക്ക് പുറത്താണ്. കാരണം അവള് ഡൊമൈനിൽ ഇല്ല. അവിടെ ഫംഗ്ഷൻ എന്തല്ല? പോയിന്റുകളിൽ ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട്. ഫംഗ്ഷൻ തന്നെ ഡിഫൈൻഡ് അല്ല, ഡെറിവേറ്റീവ് ഡിഫൈൻഡ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങി വെച്ച്. ആ പോയിന്റുകൾ നോക്കിയേ, കിട്ടിയോ? പക്ഷെ ഇവിടെ നമ്മൾ അതിനെ എന്തായിട്ട് കണക്കാക്കില്ല? ക്രിട്ടിക്കൽ നമ്പർ ആയിട്ട് കണക്കാക്കില്ല. കാരണം ആ പോയിന്റുകളിൽ ഫംഗ്ഷൻ തന്നെ എന്തല്ല? ഡിഫൈൻഡ് അല്ല. അപ്പൊ നമുക്ക് ആര് മാത്രമേ ആശ്രയുള്ളൂ? x = 0 മാത്രം നോക്കിയാൽ മതി. അവിടത്തെ മാക്സിമം ആരാ? ശരിക്ക് 0 അല്ലേ? 0 തരം മക്കളെ 0/-1 ഒക്കെ വരുന്നത് 0 അല്ലേ? ഇതിൽ കൊടുത്തു 0. x 0 കൊടുത്താൽ f(0) എത്ര കിട്ടി? 0. അപ്പൊ അതിന്റെ റിലേറ്റീവ് മാക്സിമം at x = 0 ആണ്. ദാറ്റ് വാല്യൂ ഈസ് ഓൾസോ 0. അപ്പൊ അതിന്റെ മാക്സിമം വാല്യൂ കിട്ടുന്നത് എവിടെയാ? റിലേറ്റീവ് മാക്സിമം വാല്യൂ കിട്ടുന്നത് എത്ര കിട്ടണേ? 0 ആണ് കിട്ടണേ. ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ? കോൺകേവിറ്റി, കോൺവെക്സിറ്റി. അപ്പൊ അടുത്ത പണി വരുന്നുണ്ട് അല്ലേ? ഡെറിവേറ്റീവ് ആണ് ഡബിൾ ഡാഷ്. അപ്പൊ -2 ഇങ്ങനെ മാറ്റി നിർത്തിക്കോ. ബാക്കി x/(x²-1 2) നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x² - 1 2 into 1 minus x into 2 into x² - 1 into 2x. ഇങ്ങനെയൊക്കെ വരും കൂട്ടാ. നോക്കിയേ, ഡിവൈഡഡ് ബൈ x² - 1 2. നോക്കൂ ഈ -2 മാറ്റി ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x. 4 ആണ്. 4
4 ആ ഇനിയോ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 2x. ഇതുവരെ ശരിയാണല്ലോ? ആ സർ. ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 1 കോമൺ ആയിട്ടില്ല രണ്ടിലും മക്കളെ. ആ സർ എടുക്കാം. അത് താഴത്തെ ഒരു എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ റേസ് ടു 4 ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞൂടെ നമുക്ക്? ആ സർ. അപ്പൊ ക്യൂബ് ആവുകയും ചെയ്യും, മുകളിൽ നമുക്ക് കുറച്ച് കുറയാം. അപ്പൊ 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 സാർ പുറത്തേക്ക് എടുത്തു. ബാക്കി വരുന്നത് ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇയാൾ പോന്നു കഴിഞ്ഞാൽ ബാക്കി ഒന്ന് എനിക്ക് പറഞ്ഞുതരാം. 2 ഇൻറ്റു 2 4 എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ അപ്പൊ എത്ര വരും? മൈനസ് 4x square. 4x square. ശരിയല്ലേ? ആ സർ. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ടു ദ പവർ 4. തെറ്റിയിട്ടുണ്ടോ നോക്കിയപ്പോഴേ? ഇല്ല സർ. സോറി, ഇവിടെ ആരോ എന്ത് എഴുതിയില്ല. എക്സ് സ്ക്വയർ മൈനസ് 1 വേണം ഇതിന്ന്. പിന്നെ ഇവിടെ എന്താ ചിഹ്നം വരിക? മൈനസ്. ശരിയുണ്ടോ? ഇല്ല ഇല്ല. എക്സ് സ്ക്വയർ മൈനസ് 1 പുറത്തേക്ക് എടുത്താൽ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 1 വലിയ കുട്ടികളെ അത് വന്നു. ആ സർ കറക്റ്റാ. പിന്നെ ഇവിടുന്ന് എക്സ് സ്ക്വയർ മൈനസ് 1 പുറത്തേക്ക് എടുത്തു. ബാക്കി 2 ഇൻറ്റു 2 4 അത്രയ്ക്കും എക്സ് സ്ക്വയർ വിത്ത് നെഗറ്റീവ് സൈൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ഓക്കെ സർ. മൈനസ് 2 ഇൻറ്റു ഇതൊന്ന് പറഞ്ഞ പിള്ളേരെ എക്സ് സ്ക്വയർ മൈനസ് 4x സ്ക്വയർ അപ്പൊ എത്ര? മൈനസ് 3x സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ ക്യൂബ്. കിട്ടിയ കുട്ടികളെ? ആ സർ. ആ മൈനസ് അങ്ങോട്ട് ഉള്ളിലേക്ക് കൊടുത്താലോ? നമുക്ക് മൈനസ് കൊടുത്താൽ എന്ത് കിട്ടും? 2 ഇൻറ്റു 3x സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ ക്യൂബ്. ഇതൊരു ശരിയാണോ? ആ സർ. ആ സർ. 2 ഇൻറ്റു 3x സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ ക്യൂബ്. ഇതാണ് നമ്മുടെ എന്ത് സാധനം? ഡബിൾ ഡാഷ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് കോൺകേവിറ്റി കോൺവെക്സിറ്റി ഒക്കെ പഠിക്കാനാണ് നമ്മൾ പോകുന്നത് അല്ലേ? ആ സർ. അതിനെന്ത് ചെയ്യണം? എഫ് ഡബിൾ ഡാഷ് എക്സ് എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യണം? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം അല്ലെ? എഫ് ഡബിൾ ഡാഷ് എക്സ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോ നമുക്ക് മോളിൽ നിന്ന് ഒന്നും 0 കിട്ടാനില്ലല്ലോ. ഇല്ല സർ. എക്സ് സ്ക്വയർ പ്ലസ് 1 എപ്പോഴെങ്കിലും 0 ആവുമോ? ഇല്ല. ഇല്ല, കാരണം അതിന് ഏത് വാല്യൂ കൊടുത്താലും ഇതൊരു പോസിറ്റീവ് നമ്പർ ആണ് എക്സ് സ്ക്വയർ അല്ലെ? ആ സർ. പിന്നെ 3 ഇൻറ്റു പോസിറ്റീവ് നമ്പർ പോസിറ്റീവ് ആണ്. പ്ലസ് 1 കൂടി ആഡ് ചെയ്താൽ ഒരിക്കലും അത് എന്താവില്ല? 0 ആവില്ല. 0 ആവില്ല. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് എവിടെയാണ് ഡിഫൈൻഡ് അല്ലാത്തതെന്ന്. അത് നോക്കാറില്ലേ? ആ സർ. എവിടെയാണ് ഡിഫൈൻഡ് അല്ലാത്ത? ഡിനോമിനേറ്റർ കുഴപ്പമാകുമ്പോഴല്ലേ? ആ. അതേതാ? പ്ലസ് ഓർ മൈനസ് 1. പ്ലസ് ഓർ മൈനസ് 1 വരുമ്പോഴാണ് ഇനി ഒരു സാധ്യതയുള്ളത്. ക്ലിയർ ആയോ? ആ സർ. പക്ഷെ അവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല എന്നുള്ളത് വേറെ കാര്യം. അവിടെ എന്ത് ഡിഫൈൻഡ് അല്ല? ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഡിഫൈൻഡ് അല്ല. എന്നാലും നമ്മൾ ഇത് വെച്ചിട്ട് ഈ പ്ലസ് ഓർ മൈനസ് 1 വെച്ചിട്ട് നേരത്തെ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ ഇയാളുടെ ഇടതും വലതും നോക്കാമല്ലോ. നമുക്ക് എവിടെ നോക്കാം? ലെഫ്റ്റും റൈറ്റും നോക്കാം. അപ്പൊ നമ്മൾ ചെയ്യണത് ഇവിടെ ഈ ഇന്റർവെൽ എടുക്കണു. ഇന്റർവെലിനെ നമ്മൾ -1 +1. അപ്പൊ ഏതാ ഇന്റർവെൽ? ഏതൊക്കെ വരും? -∞ ടു -1 വരും. പിന്നെ -1 to +1 +1 and 1 to infinity. 1 to infinity. ഓക്കെ, ഇവിടെ നമുക്ക് അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് -1ഉം +1ലും നമുക്ക് തീരുമാനമില്ല. ഓക്കെ, പക്ഷെ അതിന് മുന്നും ഇതിന്റെ ഇടയ്ക്ക് ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? അത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ നോക്കിക്കൂടെ? സോറി, കോൺകേവ് അപ്പ് ആണോ കോൺകേവ് ഡൗൺ ആണോ നോക്കിക്കൂടെ കുട്ടികളെ? അപ്പൊ -1ന് തൊട്ട് മുന്നുള്ള ഒരു നമ്പർ പറഞ്ഞോളൂ. -2. എത്ര കൊടുക്കണേ? -2 കൊടുക്കണം. -2 കൊടുക്കണു അല്ലെ? വണ്ടിയുടെ വരട്ടെ. -2 കൊടുത്താൽ എന്താണ്ടാവും? ഇത് പോസിറ്റീവ് ആണ് എപ്പോഴും അല്ലെ കുട്ടി? പോസിറ്റീവ് ആണ്. ഇവിടെ -2 കൊടുത്താൽ -2ന്റെ സ്ക്വയർ 4 ആണ് അല്ലെ? 4 -1 3 ആണ്. അതും പോസിറ്റീവ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും മൊത്തത്തില്? എഫ് ഡബിൾ ഡാഷ് ഓഫ് -2 എന്ത് കിട്ടി? എഫ് ഡബിൾ ഡാഷ് ഓഫ് -2 പോസിറ്റീവ് എന്ന് കിട്ടില്ലേ? അല്ലേ? അപ്പൊ എന്താ പറയാ? കൺക്ലൂഷൻ എന്താ? അപ്പൊ ഈ ഏരിയയിൽ എങ്ങനെയാ പോണേ? എഫ് ഡബിൾ ഡാഷ്
കോൺകേവ് അപ്വേർഡ്സ്. ഇങ്ങനെ കിട്ടിയില്ലേ? ആ സർ. ആ ഇനി ഏതാ -1നും +1നും ഇടയ്ക്ക് ഒരു നമ്പർ പറഞ്ഞോ. 0. 0 കൊടുത്താൽ എന്താ കിട്ടും? പിന്നെ നോക്കിയേ. ആ ഇത് Negative പോസിറ്റീവ്, കിട്ടും. പോസിറ്റീവ് ആണ്, താഴെ നെഗറ്റീവോ? നെഗറ്റീവ് ആണ്. അപ്പൊ എന്താ ഉണ്ടാവും ഇവിടെ? കോൺകേവ് ഡൗൺവേർഡ്. കോൺകേവ് ഡൗൺവേർഡ്സ് ആയി. ഞാനിപ്പോളൂ. ആ സർ. ഇനി അടുക്ക് ശേഷം ഒന്നിന് ശേഷം 2. ഒന്നിന് ശേഷം പറയൂ. 2 പോസിറ്റീവ്, താഴെ പോസിറ്റീവ് തന്നെ. പോസിറ്റീവ്, therefore കോൺകേവ് അപ്വേർഡ്. കോൺകേവ് അപ്വേർഡ്. ഇത് അനലൈസിങ് ശരിയാവുന്നുണ്ടോ മക്കളെ? ആ സർ. അല്ലേ? ക്ലിയർ അല്ലേ? ആ സർ ക്ലിയർ. ക്ലിയർ ആണ്. യെസ്. അപ്പൊ ഇവിടെ കോൺകേവ് അപ്പ്, കോൺകേവ് ഡൗൺ, കോൺകേവ് അപ്പ്. ഇപ്പോ നിങ്ങൾ വിചാരിക്കും എന്ത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കില്ലേ നമ്മള്? ആ സർ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ പടം വരച്ചു വരുമ്പോ നമ്മുടെ പേന നിൽക്കില്ലേ എവിടെ വരുമ്പോ? -1 വരുമ്പോ എന്തിലില്ലേ? അത് ഡൊമൈനിലില്ല. ഡൊമൈനിലില്ലാത്ത ചങ്ങാതികളാണ്. അപ്പൊ അതുകൊണ്ട് എഫിന് എന്തുണ്ടെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. പോയിന്റ് ഓഫ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. വ്യക്തമാണോ കുട്ടികളെ? ആ സർ. ഓക്കെ. അപ്പോ ഈ സാധനം നോക്കുമ്പോ നമുക്ക് അപ്പാണ്, ഡൗൺ ആണ്, അപ്പാണ്, ഡൗൺ ആണ്. അപ്പൊ ഇപ്പൊ ഇവിടെ വരുന്ന ഉണ്ടാവേണ്ടതാണ് ശരിക്കും അല്ലേ? ആ സർ. ആ ഇവിടെയും ഉണ്ടാവേണ്ടതാണ് എന്ത്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഇവിടെ ഡൊമൈനിലില്ലാത്ത. ഡൊമൈനിൽ ഇല്ലാത്തതുകൊണ്ട്. അപ്പോ ഈ Point of കർവിന് inflection എന്തില്ല? പോയിന്റ് ഓഫ്. ഇനി ആദ്യം തൊട്ട് വാദ്യവൃന്ദത്തോടു കൂടി പറയാം. ഒന്നാമത്തെ ഡൊമൈൻ ആരെ ഒഴിവാക്കിയാൽ മതി? -1നെയും. അപ്പൊ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ -∞ to -1, യൂണിയൻ -1 to 1, 1, യൂണിയൻ +1 to infinity. ഇൻഫിനിറ്റി. എക്സ് ഇന്റർസെപ്റ്റ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ്സ് both are 0. Symmetry with respect to y axis. y axis. Vertical asymptotes are x equal to -1 and +1. +1. Horizontal asymptotes 1. y equal to 1. അത് y equal to 1 എന്ന് തന്നെ പറയണം കേട്ടോ. ഓക്കെ സർ. പിന്നെ എൻഡ് ബിഹേവിയർ എന്താണ്? -∞ ലിമിറ്റ് കൊടുത്താലും +∞ ലിമിറ്റ് കൊടുത്താലും എത്ര കിട്ടണേ? 1 ആണ് വേണ്ടത്. 1 ആണ് കിട്ടുന്നത്. അത് ഓർഡറൊന്നും തെറ്റിപ്പോയി നമ്മുടെ അല്ലേ പറഞ്ഞു വന്നപ്പോ. ഓക്കെ, 1 കിട്ടുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ആ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഉണ്ടാക്കിയത്. ഇനി ഇന്റർവെൽസ് ഓൺ ഫംഗ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ് എവിടെ ഇൻക്രീസ് ആവണേ? 2 ഇന്റർവെൽ പറഞ്ഞായിരുന്നു. -∞ to -1. -∞ to -1. -1 പിന്നെന്താ? -1 തൊട്ട് 0 വരെ. അല്ലല്ല -0 വരെ. ശരി, വെരി ഗുഡ്. -1 to 0 വരെ. പിന്നെ എവിടെയാ? പിന്നെ 0 തൊട്ട് ബാക്കി 2 ഇന്റർവെൽ. 0 to 1ലും 1 to ഇൻഫിനിറ്റിയിലും എന്താണ്? ഇൻക്രീസ് അല്ല ഡിക്രീസിങ്. ഡിക്രീസിങ് ആണ്. ഓക്കെ. റിലേറ്റീവ് എക്സ്ട്രീമം എത്രയാ? റിലേറ്റീവ് മാക്സിമം ആണ്. 0 0 ആണ്. അതിന്റെ വാല്യൂ എത്രയാ? 0 ആണ്. 0 ആണ്. കോൺകേവിറ്റി പറയ്. കോൺകേവിറ്റി -∞ to -1 കോൺകേവ് അപ്വേർഡ്. -1 തൊട്ട് 1 വരെ കോൺകേവ് ഡൗൺവേർഡ്. 1 തൊട്ട് ഇൻഫിനിറ്റി വരെ കോൺകേവ് അപ്വേർഡ്. ഓക്കെ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഇല്ല. ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മക്കളെ ഇത് എഴുതാൻ വലിയ ബുദ്ധിമുട്ടില്ല. ചടഞ്ഞിരിക്കില്ല ഇതിന്റെ കൂടെ മക്കളെ? ആ സർ. ചടഞ്ഞിരിക്കില്ല ഇതുമോ? ഹലോ, ഇനി ഇത് പടം വരയ്ക്കണ്ടേ? വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. നമുക്ക് കയ്യിലുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ പറ്റുക. കയ്യിലുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്യുക. നമ്മളിവിടെ എടുക്കണ 1, 2, 3 അങ്ങനെ പോകുന്നു. -1, -2, -3 ഇങ്ങനെ പോകുന്നു. ഇത് 1 തന്നെയാണ്. 1, 2, 3 ഗ്രാഫ് പേപ്പർ മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്യുക. 1, -1, -2, -3 ഇങ്ങനെ പോവുക. സാധാരണ ഓർഡർ തന്നെ. കഴിഞ്ഞ ദിവസം വരച്ചപ്പോ നമ്മള് മുകളിൽ y ആക്സിസിൽ 10 ആയിരുന്നു അല്ലെ സ്കെയില്? ഓർക്കുന്നില്ലേ മക്കളെ?
വൈ ആക്സിസ് 10 ആയിരുന്നു. ഇനി നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ ഇവിടെ കയറി മാർക്ക്. ഇനി അസിംപ്ടോട്ട് ഇല്ലേ മക്കൾ ഇവിടെ? അസിംപ്ടോട്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 വൈ ഈക്വൽ ടു 1. ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു അസിംപ്ടോട്ട് ആണ് അല്ലെ പിള്ളേരെ? എക്സ് ഈക്വൽ ടു ആരാ? മൈനസ് സ്ട്രേറ്റ് ലൈൻ അല്ലട്ടാ. എന്താ ചെയ്യുന്നത് സാറ്? സ്ട്രേറ്റ് ലൈൻ ആണ്. ഓക്കെ, ഇത് രണ്ടും അസിംപ്ടോട്ട് ആണ്. പിന്നെ ആരാ അസിംപ്ടോട്ട്? വൈ ഈക്വൽ ടു 1. വൈ ഈക്വൽ ടു 1. ഞാൻ തെളിയിച്ചത് വായിക്കട്ടെ. വൈ ഈക്വൽ ടു 1 ഇതാണ് അസിംപ്ടോട്ടുകൾ 3 കിട്ടി. ഓക്കെ, ഇനി പിന്നെയുള്ള പോയിന്റുകൾ ഏതാ കിട്ടിയാണ് കുട്ടികൾക്ക്? പോയിന്റ് വല്ലതും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ നോക്കിയ പിള്ളേരെ? ഇന്റർസെപ്റ്റ് കിട്ടിയിട്ടുണ്ട്. എത്രയാ? 0 ആണ് അല്ലേ? ആ, പിന്നെ പോയിന്റ് ഏതാ വല്ലതും കിട്ടിയിട്ടുണ്ടോ നമുക്ക്? നമ്മള് പോയിന്റുകൾ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഏതാ? 0 കിട്ടി. 0 അല്ലേ? എക്സ്ട്രീമും അത് തന്നെയല്ലേ? എക്സ്ട്രീമം 0 തന്നെയല്ലേ? ഹലോ പറയുമോളെ, എക്സ്ട്രീമോ ഇവിടെ തന്നെയാ? അവിടെ തന്നെയാ അല്ലേ? 0 വരുന്നത്. പിന്നെ എക്സ്ട്രീം അറ്റൈൻ ചെയ്യില്ല എന്നുള്ളതാണ് കൺക്ലൂഷൻ. ഇവിടെ നമ്മള് ഒരു ഏകദേശം ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സും എഫ് എക്സും ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കും. കുറച്ച് പോയിന്റ്സ് ശ്രദ്ധിക്കുന്നു. നമുക്ക് കുറച്ചൊന്ന് മാർക്ക് ചെയ്യണ്ടേ? എക്സിന് ഞാൻ ഒരു ഹാഫ് കൊടുത്താൽ എഫ് എക്സ് എന്ന് കണ്ടുപിടിച്ചിട്ടുള്ള എക്സിന് ഹാഫ് കൊടുത്താൽ എഫ് എക്സ് എത്ര വേണം കാൽക്കുലേറ്റ് ചെയ്ത്? എഫ് എക്സ് എന്ന് പറയുന്നത് x² ഡിവൈഡ് ബൈ x² മൈനസ് 1 ആണ്. 1/4 ഡിവൈഡഡ് ബൈ 1/4 മൈനസ് 1. എത്ര പിള്ളേരാണ് കിട്ടണത്? 1/4 divided by 1/4 minus 1. That is equal to -1/3 ആണെന്ന് തോന്നുന്നു സർ. -1/3 ആണ്. -1/3 ആണ്. കിട്ടിയോ? ഓക്കെ, ഇനി ഒരു 3/2 കൊടുത്തു നോക്കുന്നു ഞാൻ. 3/2 എന്ത് കിട്ടണം മോനെ? 3/2 കൊടുത്തു നോക്കിയേ. വേഗം ചെയ്ത് നോക്കിയേ. 9/5. കാൽക്കുലേറ്റ് ചെയ്യണ്ടോ മോനെ? പടം നോക്കി പറയാണോ? പുസ്തകം നോക്കി പറയാണോ? ദീപക് അല്ല. പിന്നെ 2 കൊടുത്തു നോക്കി പിള്ളേരെ. 2 കൊടുത്തു നോക്കി. 4/3 ആണോ 5 ആണോ? 3 ആണ്. 4/3 ആണ്. ആണോ കുട്ടി? ആണോ നോക്കിയേ. അതെ, 4/3 ആണ്. 4/3 ആണ്. അപ്പൊ നമുക്കൊരു 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ കുട്ടികളെ? 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നോക്കി നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ നോക്കി. 1/2 കൊടുക്കുമ്പോ -1/3, 1/2 കൊടുക്കുമ്പോ -1/3. പിന്നെ അപ്പൊ എവിടെയാ 1/2? എവിടെയാ? ഇതിന് ഇപ്പുറത്തല്ലേ ഇവിടെ അല്ലേ? ഇവിടെ 1/2. ഓക്കെ, എത്രയും കിട്ടണം? -1/3. അപ്പോ ഇത് 1/3 എന്ന് പറയുന്നത് വലിപ്പം കുറവാണ്. ഇത് മൊത്തം 1 ആണ്. അതിന്റെ 1/3. അപ്പൊ ഇവിടെ വരും ആ പോയിന്റ് അല്ലേ കുട്ടി? അവിടെ വരും. പിന്നെ ഏതാ വരുന്നത്? 3/2 കൊടുക്കുമ്പോ എത്രയാ വരുന്നത്? 3/2 3/2 കൊടുക്കുമ്പോ 3/2 എന്ന് പറയുമ്പോൾ 1.5 അല്ലേ അത്? അല്ലേ? 1.5 കൊടുക്കുമ്പോ ഇതാണ് പോയിന്റ്. ഇതാണ് നമ്മുടെ സ്ഥാനം. എത്ര കിട്ടണം? 9/5 വരുന്നത്. എത്ര വരുന്നത്? 9/5 പറഞ്ഞോ. 9/5 1.8 വരും. അപ്പൊ ഇവിടെ ഏകദേശം ഇവിടെ 8 വരും അല്ലെ? അപ്പൊ പോയിന്റുകൾ ഒന്ന് മാർക്ക് ചെയ്ത് പോണത് നല്ലതാണ്. ഈ പോയിന്റ് കിട്ടി. ഇതിന് ഞാൻ P1 എന്ന് വിളിച്ചു, ഇതിനെ P2 എന്ന് വിളിച്ചു, ഇതിനെ P3 എന്ന് വിളിച്ചു. അപ്പൊ ഇത് നമ്മുടെ P1, ഇത് P2. ഇനി ആരാ? 2 കൊടുക്കുമ്പോ എന്താ കിട്ടുന്നത്? 2 കൊടുക്കുമ്പോ എത്ര കിട്ടുന്നത്? 1/3. 4/3 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ? എത്ര വരുന്നത്? ഇതിനേക്കാൾ കൂടുതലാണോ കുറവാണോ? 1 കഴിഞ്ഞിട്ട് വരും. 1.3 വരും. 1.3 വരും അല്ലെ? അപ്പൊ അത് ഇവിടെ ആയിട്ട് വരില്ലേ? ഇതാണ് P3 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ കർവ് ഈ പോയിന്റ്സിലൂടെയൊക്കെ പോകുന്നുണ്ട്. കർവ് ഈ പോയിന്റിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ ഒറിജിനിലേക്ക് പോകുന്നുണ്ട്.
ഇനി മക്കളൊന്ന് ഒന്ന് അനലൈസ് ചെയ്യാം, ശ്രദ്ധിക്കുക. അപ്പൊ ആ 2 പോയിന്റ് കിട്ടി. ഇനി നമുക്കറിയാം കർവ് ഇയാളും അസിംപ്റ്റോട്ടാണ്, ഇയാളും അസിംപ്റ്റോട്ടാണ്. കുട്ടികളെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഇനി ഈ എവിടെയാണ് കോൺകേവ് അപ്പ് വരുന്നത്? എവിടെയാണ് പറഞ്ഞോ? കോൺകേവ് അപ്പ് നമ്മൾ എഴുതി വെച്ചിരുന്നത് എവിടെയാ മക്കളെ? മൈനസ് ഇൻഫിനിറ്റി ടു -1. -1 ഇൻഫിനിറ്റി ടു -1 വരും. പിന്നെ പറഞ്ഞിട്ടില്ല ഒരു സ്ഥലം 1 to infinity. 1 to infinity. അതായത് നമ്മുടെ 1 എവിടെയാണ്? 1 to infinity കോൺകേവ് ആണ്. അപ്പോ കർവ് ഇങ്ങനെയാണ് ഇരിക്കുക, അല്ലെ മക്കളെ? അല്ലെ? നോക്കൂ, ഈ പോയിന്റിൽ കൂടെ പോകണ്ടേ നമുക്ക് കർവ് പിള്ളേരെ? ഈ 2 പോയിന്റിൽ കൂടെ കർവ് പോകണം, കുഴിഞ്ഞിരിക്കണ്ടേ? പിന്നെ ഈ 2 പേരും എന്തായിരിക്കണം? ഇയാളുടെ അസിംപ്റ്റോട്ട് ആവണ്ടേ? അസിംപ്റ്റോട്ട് ആവും വേണ്ടേ? അയാള് ഇങ്ങനെ നമ്മള് പാത്രത്തിൽ വെള്ളം പിടിക്കാൻ ഇരിക്കണ പോലെ ഇരിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഈ 2 ലൈൻസും എന്താവണം? അയാൾ അവരിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ഇൻഡെഫിനിറ്റ് ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അവര് എവിടെ ചെന്നിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടാവും? ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു കഷ്ണം കിട്ടിയോ കർവിന്റെ മക്കളെ? കിട്ടി. ആ കഷ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കിയേ, കർവ് ഈ സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് എന്തെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മള്? Y axis. അപ്പോ ഈ ഒരു പൊസിഷൻ പോലെ തന്നെ നിങ്ങൾ എവിടെ കാണേണ്ട വരും? Y axis. ഇത് ഇപ്പുറത്തുള്ള പോലെ തന്നെ ഇവിടെയും വേണ്ടേ? കിട്ടിയോ മക്കളെ? കിട്ടിയോ? ഇനി ഇത് കിട്ടുന്ന വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി പറയാം. സിമെട്രി ഉള്ളത് കൊണ്ട് ഇവിടെ കൊടുക്കുന്നതിന്റെ ഇവിടെ നെഗറ്റീവ് കൊടുത്താൽ ഇതേ വാല്യൂസ് തന്നെ നമുക്ക് പ്ലസ് വാല്യൂ നേരെ തിരിച്ചുള്ള വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. എനിവേ അത് പറയണമെന്നില്ല. ബിക്കോസ് ഓഫ് സിമെട്രി ഈ ആരുടെ ഇടയിൽ പെട്ടുപോയതാണ്? ഇവിടെ 2 അസിംപ്റ്റോട്ടിന്റെ ഇടയിൽ പെട്ടുപോയ പോലെ തന്നെ ഈ 2 അസിംപ്റ്റോട്ടിന്റെ ഇടയിൽ പെട്ടുപോയ ഭാഗം കർവിനുണ്ടാവും. ഞാനിപ്പോഴും ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, -1 തൊട്ട് +1 വരെ ഇതിന്റെ നേച്ചർ എന്താ കർവിന്റെ? പറയുമോളെ. മാക്സിമം വാല്യൂ 0 അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? മാക്സിമം വാല്യൂ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ ചോദ്യം ഞാൻ അതിലേക്കാണ് വരണേ. ഹലോ, അതിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കണേ. അപ്പൊ നീ പറയണത് വെച്ചാൽ നീ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഈ ഫംഗ്ഷന് വേറെ പോയിന്റില് മാക്സിമം ഉണ്ടല്ലോ എന്നുള്ളതാണ് നീ ഉദ്ദേശിക്കുന്നത്, അല്ലെ? 0 അല്ലല്ലോ, ഇവിടെ വാല്യൂസ് കൂടുതൽ ഉണ്ടല്ലോ എന്നാണ്, അല്ലേ കുട്ടിയെ? ലക്ഷ്മിയല്ലേ പറഞ്ഞേ? ഹലോ, അതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ ഫംഗ്ഷൻ 0-നേക്കാൾ കൂടുതൽ മുകളിൽ കിടക്കുന്നുണ്ടല്ലോ എന്നല്ലേ നീ ഉദ്ദേശിച്ചേ? പക്ഷെ നമുക്ക് മാക്സിമം മിനിമം ഉണ്ടാവുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു? നമ്മൾ പഠിച്ചു വെച്ചേണ്ടത് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്? അതിന്റെ ക്രിട്ടിക്കൽ നമ്പേഴ്സിലാണ് ഉണ്ടാവുക, അല്ലേ? മനസ്സിലായോ? അവിടെ മാത്രമേ അത് അറ്റൈൻ ചെയ്യുള്ളൂ. അവിടെ മാത്രമേ അറ്റൈൻ ചെയ്യുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് ഇന്ന സ്ഥലത്താണ് ഇയാൾ മാക്സിമം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ സ്ഥലമാണോ മാക്സിമം? ഈ പോയിന്റ് ആണോ മാക്സിമം? ബുദ്ധിമുട്ട് മനസ്സിലായി നിനക്ക്? നീ ചോദിച്ചത് വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യമാണ്. എനിക്ക് കേട്ട വഴിക്ക് എനിക്ക് പണി പാളിയെന്ന് മനസ്സിലായിട്ടുണ്ട്. ക്ലിയർ ആയോ കുട്ടി? പക്ഷെ ഈ 0 ഒഴിച്ച് വേറൊരൊറ്റ സ്ഥലത്തും ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് തിയററ്റിക്കലി പറയാൻ പറ്റില്ല. മനസ്സിലായോ? അതിന് വേണ്ടത് എന്താണ്? ആ മാക്സിമം മിനിമത്തിന്റെ കണ്ടീഷൻ ഉണ്ട്. ആ പോയിന്റിൽ ആയിരിക്കണം ഏറ്റവും പീക്കായിട്ട് നിൽക്കണം. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഞാൻ ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞു, ഇവിടെയാണ് അതിന്റെ മിനിമം ഞാൻ പറഞ്ഞിട്ട് തൊട്ട് താഴെ വരുന്നില്ല പിന്നെയും. അപ്പൊ അതുകൊണ്ട് അവിടെ എന്തില്ല അതിന്? ഈ വിങ്ങില് മാക്സിമം ഇല്ല, മിനിമം ഇല്ല. ഈ വിങ്ങിലും ഒരു പോയിന്റ് പറഞ്ഞിട്ട് എനിക്ക് കാണിക്കാൻ പറ്റും ഇവിടെയാണല്ലോ മാക്സിമം അല്ലെങ്കിൽ ഇവിടെയാണ് മിനിമം. അത് പറയാൻ പറ്റുന്നുണ്ടോ മോൾക്ക്? അതാണ് അവിടുത്തെ കുട്ടൻസ്. പിടികിട്ടിയോ? ഇനി നമുക്ക് ഉള്ളത് ഈ -1 തൊട്ട് +1 വരെ പോകുമ്പോൾ ഇതിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം.
കുട്ടിയെ. ആ അതിലത്തെ ഒരു പ്രത്യേകത നമ്മൾ നോക്കിയപ്പോ മാക്സിമം വാല്യൂ ആയിട്ട് എത്രയാ പറയുമോളെ? സീറോയിലല്ലേ ഫംഗ്ഷന്റെ മാക്സിമം? സീറോയിലാണ് മാക്സിമം ഉള്ളത്. അപ്പൊ മുകളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് തീരുമാനമായില്ലേ? അതിന്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് എവിടെയാണ്? സീറോയിലാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ഇവിടെ ഒരു പോയിന്റ് കണ്ടു വെച്ചിട്ട് ഇതിൽ കൂടെ പോണ്ടേ കർവ്? കർവ് അതിൽ കൂടെ പോണം. തന്നെയല്ല, ഇയാള് പോയി 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 ഇവര് എവിടെ ടച്ച് ആവണം? ഇയാള് വീണ്ടും വന്നു. ആര്? അസിംപ്ടോട്ടിനെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോണ്ടേ? ഇങ്ങനെ പോണ്ടേ? ക്ലിയർ ആവണ്ടോ പിള്ളേരെ? വായിച്ചിട്ട് വന്ന് കൊളാക്കി സാർ. ഇങ്ങനെ പോകുന്ന ആള് ഈ കർവ് ഇങ്ങനെ തൊട്ടില്ല എന്നുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ പിള്ളേരെ? ഇല്ല സർ. അതിന് യൂസ് ചെയ്യുന്ന ലോജിക്ക് എന്താണ്? സീറോയിലാണ് അതിന് ഏറ്റവും മാക്സിമം വാല്യൂ. പിന്നെ നമ്മൾ ഇതിനിടയ്ക്ക് ഒരു വാല്യൂ 1/3 വാല്യൂ കണ്ടുപിടിച്ചു അല്ലെ? സോറി, 1/2 എത്ര കിട്ടി നമുക്ക്? -1/3 കിട്ടി. 1/3. അപ്പൊ ഒരു പോയിന്റ് P1 സാർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലേ? 0 എന്ന് പറഞ്ഞ പോയിന്റും ഉണ്ട്. ഓക്കെ, പിന്നെ ഇയാള് കുഴിഞ്ഞാണോ ഇരിക്കുക, നിവർന്നാണോ ഇരിക്കുക, മുകളിലേക്ക് നോക്കി ഇരിക്കുക, അതുകൂടി പറയണം. അതെങ്ങനെയത്? -1 to +1 എങ്ങനെയാ മക്കളെ? കോൺകേവ് ഡൗൺവേർഡ് ആണ്. കോൺകേവ് ഡൗൺ ആണ്. അപ്പൊ ഇങ്ങനെ പോരണ്ടേ? അങ്ങനെ വരണം. അങ്ങനെ പോയി. ഇനി y ആക്സിസിന് കർവിന് എന്തുണ്ട്? സിമെട്രി ഉണ്ട്. ഓർഡിനറി ഈ പോയ ആൾ ഇതിൽ കൂടി പോണ്ടേ? അങ്ങോട്ടും വരും. ഇതാണ് നമ്മുടെ പടം മക്കളെ. തീരുമാനാവൂ? കിട്ടി. ഒന്നെഴുതും. നിങ്ങളപ്പോ പടം വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈ ആദ്യം പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾക്ക് അച്ചിട്ട പോലെ മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ആ 10 കാര്യങ്ങൾ, 10 കൽപ്പനകൾ. അതിൽ 9 എണ്ണം മനസ്സിലായി കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് അങ്ങോട്ട് എഴുതി വെച്ചാൽ നമുക്ക് ഫുൾ മാർക്കായി. പിന്നെ സ്കെച്ചിങ് ഏകദേശം തെറ്റ് കൂടാണ്ട് സാറിന്റെ പോലെ അത്ര വൃത്തിയില്ലെങ്കിലും മാർക്ക് തരും. ക്ലിയർ ആയോ പിള്ളേരെ? ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മക്കളൊന്ന് ചോദിക്കും. ഹലോ, ഏതെങ്കിലും സംശയം, ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾക്ക് ചോദിക്കാവുന്നതാണ്. ഡൗട്ട് ഉണ്ടോ അതില്? ലക്ഷ്മിയാണ് അതിൽ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ട് പറഞ്ഞേ. ലക്ഷ്മി, കാരണം അങ്ങനെയാണെങ്കിൽ നോക്കിയ മോള് ഇവിടെ താഴേക്ക് മിനിമത്തിലേക്ക് പോണില്ലേ? താഴേക്ക് പോണില്ലേ കുട്ടി? അവിടെ പക്ഷെ അവിടെ നമ്മൾ എഴുതുന്നില്ലല്ലോ, പറയാൻ പറ്റില്ല. ഇന്ന സാധനം മിനിമം എന്ന് പറഞ്ഞാൽ പിന്നെ പാതാളത്തിലേക്ക് പിന്നെയും പോയിക്കൊണ്ടിരിക്കുക. ബുദ്ധിമുട്ട് മനസ്സിലായോ നിനക്ക്? ബുദ്ധിമുട്ട് മനസ്സിലായോ? മനസ്സിലായി. ഈ സാധനം താഴത്തേക്ക് പോകുമ്പോ സാറേ ഇവിടെ മിനിമംസ് ഉണ്ടല്ലോ, ഞാൻ എന്നിട്ട് ഈ പോയിന്റ് മിനിമം എന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കോ? ഇല്ലല്ലോ. ഒരു പോയിന്റ് എടുത്ത് ഞാൻ പറയുന്നത് ഇതാണ് മിനിമം എന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കോ? ഇല്ലല്ലോ. അതുക്കും താഴെയുണ്ട്. അവൻ എവിടേക്ക് പോണേ? -ഇൻഫിനിറ്റിയിലേക്ക് പോണേ. ആ മിനിമം -ഇൻഫിനിറ്റി അതില്ലാത്ത സംഗതിനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ, റൈറ്റ്? അപ്പൊ ഈ പടം ആവുമോ? എഴുതുവോ? 10 മാർക്ക് എഴുതാം. അപ്പൊ ഇത് നോട്ട് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ അങ്ങനെ തന്നെ നിങ്ങളുടെ ബുക്ക് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, സോഫ്റ്റ് ഉണ്ടെങ്കിൽ. ഹിന്ദു ആണോ വൃത്തിയായിട്ട് എഴുതണേ? ഹിന്ദു അല്ല, നീ അത് നിന്റെ ഇതുണ്ടെന്നല്ലേ, സോഫ്റ്റ് കോപ്പി ഉണ്ടെന്നല്ലേ പറഞ്ഞേ ടെക്സ്റ്റ്? അത് നോക്കിയിട്ട് കുട്ടികൾക്ക് വൃത്തിയായിട്ട് നോട്ടായിട്ട് നീ കൊടുക്കണം. മാർക്ക് കുറഞ്ഞാൽ ഞാൻ നിന്നെ ചെയ്യുമ്പോൾ പിടിക്കും പിള്ളേർക്ക്. കാരണം നീ തെറ്റ് എഴുതി കൊടുത്തു ഞാൻ വിചാരിച്ചാൽ എന്നെ തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇനി മക്കളെ അടുത്തത് ഒരെണ്ണം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് സാറ് അടുത്ത, പിന്നെ അല്ലെങ്കിൽ ഇത് കുറെ കാലം നിൽക്കും. Fx = 1/1 + sin x. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച പ്രോബ്ലം ആണ്. ഇതുവരെ ചോദിക്കാണ്ടിരിക്കുവോ പിള്ളേരെ? കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. ഡൊമൈനിൽ പിടിക്കണം. ഡൊമൈനിലാവുമ്പോ നമുക്ക് കുഴപ്പമുള്ള പോയിന്റ് ഏതാ മക്കളെ? 1 + sin x. കുഴപ്പം എവിടെയാ? 1 + sin x 0 ആവുമ്പോഴാണ്. അതായത് sin x എന്താവുമ്പോഴാണ്?
-1 ആവുമ്പോ. -1 ആവുമ്പോഴാണ്. കിട്ടിയോ മോനെ? ആ സർ. സൈൻ എക്സ് -1 ആവണത് എപ്പോഴാ? സൈൻ 91 ആണ് അല്ലെ? പൈയിലല്ലോ. അല്ല 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 270. കോസ് ആണ് നെഗറ്റീവ് ആവുക. എത്ര മക്കളെ പറഞ്ഞു? 270 ഡിഗ്രി. 270 ഡിഗ്രിയിലാണ് എന്താവണേ? എക്സ് എന്താവും ഇവിടെ വരിക? 3π/2 അതല്ലേ 270 ഡിഗ്രി ഉദ്ദേശിച്ചത് മക്കള്? അതെ സർ. ഓക്കെ, ഇത് വരച്ചു വരുമ്പോ ഇവിടെ 90-ല് 1 ആണ് അല്ലെ? ഇത് 90 + 90 + 90 390 വരുമ്പോഴാണ്, ദാറ്റ് ഈസ് 270 വരുമ്പോഴാണ് എന്ത് വരിക? -1 വരാം. -1 വരിക. ഇനി നമുക്കറിയാം അതിന്റെ കൂടെ ഈ 270യുടെ കൂടെ 2nπ ആഡ് ചെയ്ത് അതേ പൊസിഷനിലല്ലേ വരില്ലേ മക്കളെ? 2π ആഡ് ചെയ്യൂ നിങ്ങൾ. 270യുടെ കൂടെ 2π ആഡ് ചെയ്താൽ അവൻ കറങ്ങി അവിടെ തന്നെ വരില്ലേ? ആ സർ വരും. കിട്ടിയോ മക്കളെ? ആരാ നേരത്തെ ആവുമ്പോ തൊട്ടായിരുന്നേ? അതിൽ കൂടാണ്ട് മക്കളെ ജനറൽ വാല്യൂ എഴുതുമ്പോ നമുക്ക് അതും കൂടി എഴുതണ്ടേ മക്കളെ? ഹലോ, ആ സർ. 2π ആഡ് ചെയ്യാം, 4π ആഡ് ചെയ്താൽ അവിടെ തന്നെ വന്നോണ്ടിരിക്കില്ലേ? അപ്പൊ എന്ത് ആഡ് ചെയ്താൽ? ഈവൺ മൾട്ടിപ്പിൾ ഓഫ് പൈ ആഡ് ചെയ്യണ്ടേ? അപ്പൊ 2nπ ആഡ് ചെയ്യണം. +3π/2. +3π/2. യെസ്. അപ്പൊ എത്ര കിട്ടുന്നത്? 3π/2 + 2nπ. അതില് n എന്ന് പറയുന്നത് ഏത് ഇന്റിജർ വേണമെങ്കിലും ആവാം, ഇൻക്ലൂഡിങ് 0, നെഗറ്റീവ് ഒക്കെ വരാം. ക്ലിയർ ആയോ നമുക്ക്? ആ സർ ക്ലിയർ ആയി. ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ n-ന് ഞാൻ 0 കൊടുക്കാം, +or-1 കൊടുക്കാം, +or-2 കൊടുക്കാം, ഒക്കെ കൊടുക്കാം. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇന്റർവെല്ലുകൾ എങ്ങനെയാ വരിക എന്നൊന്ന് മക്കളൊന്ന് പറഞ്ഞു. 270 വരുന്നു. ഇന്റർവെല്ല് 0 കൊടുത്താൽ എന്താ വരിക? 270 വരും അല്ലെ? 0 കൊടുത്താൽ ആ സർ. അതില് തൊട്ട് മുന്നേ എന്തായിരിക്കും? -1 കൊടുത്തു നോക്കി. -1 കൊടുത്താൽ എത്ര കിട്ടുക? 3π/2 -2π എന്ന് വരില്ലേ കൂട്ടാൻ? ആ സർ 90 അല്ലേ? അത് -90 വരില്ലേ? -90 എത്ര വരിക? -π/2. -π/2. അപ്പൊ അത് 1 കൊടുക്കും. 0 കൊടുക്കുമ്പോ 3π/2 അല്ലെ കുട്ടി? 1 കൊടുക്കുമ്പോ -1 കൊടുക്കുമ്പോ അതിന്റെ തൊട്ട് ഇപ്പുറത്തെ ബൗണ്ട് കിട്ടാൻ വേണ്ടിട്ടാ സാർ പറഞ്ഞു -π/2. ശരിയല്ലേ? ഒരു ഇന്റർവെല് വരില്ലേ? 0 കൊടുക്കുമ്പോഴല്ലേ 3π/2 വരിക? 0 കൊടുക്കുമ്പോ 3π/2. കറക്റ്റ്. -1 കൊടുക്കുമ്പോഴോ -π/2 വന്നു. ഇനി 1 കൊടുക്കുമ്പോഴോ 3π/2 വന്ന് നിൽക്കുന്നുണ്ട്, 1 കൊടുത്ത് നോക്കി നീ 3π/2 + 2π അല്ലേ വരിക? 5π/2 അല്ലേ? അപ്പൊ എത്ര വരിക? 5π/2 അല്ലേ? എത്ര വരിക? 3π/2 + 2π എത്ര വരിക? 7π/2. അപ്പോ 7π/2. ഈ ഇന്റർവെൽ ഇങ്ങനെ വരും. അടുത്തത് എന്താ വരിക? 7π/2, അടുത്തത് എത്ര ആഡ് ചെയ്യുമ്പോഴാണ്? 2πക്ക് പകരം എന്താ ആഡ് ചെയ്യണം? 11π/2 വരും. 4π/2. അതുപോലെ തന്നെ ഇവിടെ ബാക്കിലേക്കും വരില്ലേ പിള്ളേർ? ഇതിന് യൂണിയൻ ആയിട്ട് എഴുതേണ്ടത്. ഇത് യൂണിയൻ, ഇത് യൂണിയൻ, ഇങ്ങോട്ട് വരും. പ്ലസും മൈനസും വെച്ചിട്ട് ഈ യൂണിയൻ. ഇന്റർവെല്ലുകൾ മനസ്സിലായോ മക്കളെ? ഓക്കെ. -π/2 3π/2 യൂണിയൻ, 3π/2 7π/2 യൂണിയൻ എക്സെട്ര. അത് ലെഫ്റ്റിലേക്ക് പോകും. ഇതായിരിക്കും ഇതിന്റെ ഡൊമൈൻ ആയിട്ട് വരിക. എഴുതിക്കോളൂ. ഓക്കെ. ഇനി ഇന്റർസെപ്റ്റ് കാണണം. ഇന്റർസെപ്റ്റ് കാണാനായിട്ട് എന്ത് ചെയ്യണം? x = എന്ത് കൊടുക്കണം പിള്ളേരെ? 0 കൊടുത്താൽ. 0 കൊടുത്താൽ എന്ത് വരും? x = 0 കൊടുത്താൽ y = 1 വരും. f(0) = 1/1, that is equal to 1. Can you follow? Yes sir. അപ്പൊ y ഇന്റർസെപ്റ്റ് 1 ആണ് കിട്ടി. ആരെ കിട്ടി? y ഇന്റർസെപ്റ്റ് 1 ആണ്. x = 0 കൊടുക്കുമ്പോൾ കിട്ടുന്നത് എന്ത് ഇന്റർസെപ്റ്റ് ആണ്? y ഇന്റർസെപ്റ്റ് ആണ്. y ഇന്റർസെപ്റ്റ് 1 ആണ്. ക്ലിയർ ആയോ? സർ. ഇനി ഇത് 0 ആവോ? ഇത് 0 ആവോ? fx നോക്കിയാൽ അതിന്റെ ന്യൂമറേറ്റർ
ഡിനോമിനേറ്റർ വണ്ണാ അല്ലേ? ആവില്ല. ആവില്ലല്ലോ, ആവില്ല. ആവില്ല. അപ്പൊ അതുകൊണ്ട് ഏത് ഇന്റർസെപ്റ്റ് ഇല്ല? വൈ ഇന്റർസെപ്റ്റ് ഇല്ല. വൈ ഇന്റർസെപ്റ്റ് ഇല്ല. ക്ലിയർ ആയോ? ആ സർ. ആ, അപ്പൊ അതിന് സോറി, നേരത്തെ നമ്മൾ എന്താ പറയുക, X എക്സ് ഈക്വൽ 0 ഇന്റർസെപ്റ്റ് വരുമ്പോൾ ഇല്ലാന്നുണ്ടോ? വൈ ഇന്റർസെപ്റ്റ് കിട്ടി. വൈ ഇന്റർസെപ്റ്റ് കിട്ടി. എന്ത് ഇന്റർസെപ്റ്റ് ഇല്ല? എക്സ് ഇന്റർസെപ്റ്റ് ഇല്ല. ഇത് എക്സ് ഇന്റർസെപ്റ്റ് ഇല്ല. വൈ ഇന്റർസെപ്റ്റ് ഈസ് വൈ ഇന്റർസെപ്റ്റ് ഈക്വൽ ടു 1 ആണ്. വേറാസ് എക്സ് ഇന്റർസെപ്റ്റ് നോ എന്താണ്? നോ എക്സ് ഇന്റർസെപ്റ്റ്. ആ സർ. ഇങ്ങനെയല്ലേ വേണ്ടത്? ആ സർ. ഓക്കെ. ഇനി എഫ് ഓഫ് മൈനസ് എക്സ് എത്രയാണ്? എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു 1 by 1 plus sine of minus x. That is 1 by 1 minus sine x ആവും. Can you follow? ആ സർ. ആ സർ. Sine of minus x എന്തായതുകൊണ്ടാണ്? മൈനസ് സൈൻ മൈനസ് സൈൻ എക്സ് Minus sin x. ഇയാൾക്ക് ഇയാളായിട്ട് വല്ല ബന്ധം ഉണ്ടാ? ഇല്ല സർ. ഇല്ലേ, ഒരു ബന്ധമില്ല അല്ലേ മക്കളെ? ശരിയല്ലേ? ആ സർ. ആ സർ. എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് കിട്ടുന്നുണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈവൺ അല്ല. എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് എക്സ് കിട്ടുന്നുണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഓടും അല്ല, ഈവണല്ല. ഈവണും അല്ല. അപ്പൊ അതുകൊണ്ട് ഇയാൾക്ക് വൈ ആക്സിസിനും സിമെട്രി ഇല്ല, ഒറിജിനും സിമെട്രി ഇല്ല. സിമെട്രി ഇല്ല. അപ്പൊ നോ എഫ് ഈസ് നോട്ട് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആൻഡ് എക്സ് ഓർ ആക്സിസ് ഓർ ഓർ എക്സ് എക്സ് ആക്സിസ് ആക്സിസ് അല്ല, ഓർ ഒറിജിൻ. ഓർ ഒറിജിൻ. ഓക്കെ. അപ്പോ എന്തില്ല? സിമെട്രി ഇല്ല. വൈ ആക്സിസിനും ഇല്ല, ഒറിജിനിലും ഇല്ല. ഒറിജിനിലും ഇല്ല. അടുത്ത പോയിന്റ് എന്താണ്? എക്സ്ട്രീം വാല്യൂസ് കാണാനല്ലേ? ആ സർ. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് എക്സ്, ദാറ്റ് ഈസ് 1 by 1 plus sin x അല്ലേ പിള്ളേരെ? ആ സർ. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോണു. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ? പിള്ളേരെ, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോണു. സൈൻ ഓഫ് ഇൻഫിനിറ്റി ഡിഫൈൻഡ് ആണോ കുട്ടികളെ? ഹലോ, അല്ല. കേൾക്കണില്ലേ കുട്ടികളെ? ആ സർ. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോ സൈൻ ഇൻഫിനിറ്റി ഇറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ ഡിഫൈൻഡ്. ഡിഫൈൻഡ്. അപ്പൊ അതുകൊണ്ട് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി, എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ലിമിറ്റ് ഡസ് നോട്ട് തിരിഞ്ഞു സർ. സ്ക്രീൻ തന്നെ പിന്നെ ബോറടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 1 divided by 1 plus sin x എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല. കാരണം ഈ സൈൻ എക്സ് അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും പിള്ളേരെ. അതിന്റെ കാരണം നിങ്ങളിപ്പോ പല കൂലങ്കഷമായിട്ട് ചിന്തിക്കുന്നുണ്ടാവും പല കാര്യങ്ങളും. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോവാണല്ലോ പിള്ളേരെ. ഈ സൈൻ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? അവൻ ഇങ്ങനെയല്ല ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ എക്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമല്ലോ. എവിടെയെങ്കിലും നിൽക്കുവോ? ഇല്ലല്ലോ. ഇല്ല. നിന്നാലേ നമുക്ക് അതിന് ലിമിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കിട്ടിയ അവനെ പിടിച്ചു നിർത്തിയാലേ നമുക്ക് ഇവിടെ ഒരു സൈൻ എക്സിന് ഒരു വാല്യൂ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 divided by 1 plus that value അതായിരിക്കും അതിന്റെ ലിമിറ്റ് അല്ലേ? ഇവിടെ അങ്ങനെ സാധ്യത ഇല്ല. കാരണം എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോ ഇവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കാളമൂത്രം പോലെ എന്ന് പറയും ഞാൻ. അപ്പൊ അതുകൊണ്ട് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല? എക്സ്ട്രീം വാല്യൂസിന് ഇൻഫിനിറ്റിക്കും മൈനസ് ഇൻഫിനിറ്റിക്കും ഫംഗ്ഷന് വാല്യൂ എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇനി അടുത്ത അഞ്ചാം പതിരെന്താണ്? അഞ്ചെന്താണ്? അസിംപ്ടോട്ട് വേണ്ടേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അസിംപ്ടോട്ടിന്റെ കാര്യം ഒന്ന് തീരുമാനത്തിലേക്ക് എത്തണം. അതിന് ഡിനോമിനേറ്റർ എന്തായാ മതി ഉള്ളരെ? അസിംപ്ടോട്ടിന് എന്തായാ മതി? 0 ആയാ മതി. എന്ത് അസിംപ്ടോട്ടിനാണത്? വെർട്ടിക്കൽ അസിംപ്ടോട്ടിന് ഡിനോമിനേറ്റർ മസ്റ്റ് ബി ഈക്വൽ ടു 0 അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ആ നമ്പർ ഈക്വൽ ടു 0 എന്ന് കിട്ടണം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടുക പിള്ളേർ? ഒന്ന് പറഞ്ഞു നോക്കിയേ. 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158 159 160 161 162 163 164 165 166 167 168 169 170 171 172 173 174 175 176 177 178 179 180 181 182 183 184 185 186 187 188 189 190 1
ഇത് 0 ആണെങ്കിൽ സൈൻ എക്സ് ഈക്വൽ ടു പറയും മക്കളെ -1. നേരത്തെ നമ്മൾ അനലൈസ് നേരത്തെ വാല്യൂസ് തന്നെ. അത് തന്നെ എക്സ് ഈക്വൽ ടു ആരൊക്കെ 3π/2 പ്ലസ് 2nπ. 2nπ. എന്നിന്റെ വാല്യൂ 0 ±1 ±2 അല്ലേ മക്കളെ? ആ സർ. ഇങ്ങനെ കിട്ടും. ക്ലിയർ ആയോ? ആ സർ. അപ്പോ ഈ പോയിന്റിലൊക്കെ അയാൾക്ക് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? എക്സ് ഈക്വൽ ടു ഇങ്ങനെ പറയുന്നതൊക്കെ അയാളുടെ എന്താ? വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആണ്. ആദ്യം എന്നിന് 0 കൊടുത്താൽ 3π/2 എക്സ് ഈക്വൽ ടു 3/2 ഈസ് എ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. എന്നിന് 1 കൊടുത്താൽ പറയും മക്കളെ എക്സ് ഈക്വൽ ടു 3π/2 പ്ലസ് 2π അതെന്താണ്? വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആവും. അസിംപ്റ്റോട്ട്. എന്താ ഒരു ലാഗ് വരുന്നുണ്ടല്ലോ മക്കളെ? ഇല്ല സർ, ഇവിടെ ഉണ്ട്. എക്സ് എന്തിലേക്ക് പോകുമ്പോഴാണ് സംഭവിക്കേണ്ടത്? എക്സ് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് വരുന്നത്? ഡിനോമിനേറ്റർ 0 ആവുമ്പോഴാണ് അത് ഇൻഫിനിറ്റി ആവുക അല്ലേ? ആ സർ. ഇൻഫിനിറ്റി വരുമ്പോഴാണ് അവിടെ അസിംപ്റ്റോട്ട് ഉണ്ടെന്ന് നമ്മൾ പറയാ. എന്ത് അസിംപ്റ്റോട്ട്? Vertical asymptote. എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി വരുമ്പോഴാണ് നമ്മൾ ആ ഫംഗ്ഷൻ എഫ് എക്സിന് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉള്ള ആരുണ്ട്? ആരാ? എക്സ് ഈക്വൽ ടു ഒരു ഫൈനൈറ്റ് വാല്യൂ. ആരാ? എക്സ് ഈക്വൽ ടു എ ആണ് അല്ലെ? അതിന് എഫ് എക്സിന്റെ ലിമിറ്റ് എത്രയാവണം പറഞ്ഞ സാറ്? ഇൻഫിനിറ്റി ആവണം, അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫിനിറ്റി ആവും. നെഗറ്റീവ് ഇൻഫിനിറ്റി ആവണം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാൻ പോയത് എന്താ? ഈ ചങ്ങാതിയുടെ വാല്യൂ എന്താവണം? ഇൻഫിനിറ്റി ആവണമെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ എന്താവണം? 0 ആവണം. അത് നമ്മൾ നോക്കിയപ്പോ എക്സ് എന്താവണം? ഈ പറഞ്ഞ ആള് 3π/2 പ്ലസ് 2nπ ആവണം. എന്നിട്ട് നമുക്ക് വാല്യൂസ് കൊടുത്താൽ 0 കൊടുത്താൽ 3π/2 വരും. അടുത്തത് അതിന്റെ കൂടെ 2π ആഡ് ചെയ്ത് പോണത്. കിട്ടിയോ മക്കളെ? അപ്പൊ അതിന്റെ ഇന്റർവെൽ ഇങ്ങനെയാ വരും നമുക്ക്. 3π/2 0 കൊടുത്ത് 3π/2 നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്താൽ 3π/2 മാർക്ക് ചെയ്താൽ അതിന്റെ കൂടെ എത്ര ആഡ് ചെയ്തിട്ട് പോണം? 2π ആഡ് ചെയ്യണം. റൈറ്റ്? അപ്പോ 3π/2 പ്ലസ് 2π ആഡ് ചെയ്യണം. അപ്പൊ ഇതായിരിക്കും ആ പോയിന്റ് വരിക. 3π/2 പ്ലസ് 2π. അഗെയിൻ അടുത്ത് എന്താ വരിക? അതിന്റെ കൂടെ 2π കൂടി എന്ത് ചെയ്തുകൊണ്ടിരിക്കും മക്കളെ? ആഡ് ചെയ്ത് പോകും. ആ ഇന്റർവെല്ലുകളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അവിടെ ആ പോയിന്റുകളിലൊക്കെ എന്തുണ്ടാവും? വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ഉണ്ടാവും. ഓക്കെ. ഇനി ഹൊറിസോണ്ടലോ? ഹൊറിസോണ്ടൽ ഉണ്ടാവേണ്ട എന്താ വേണ്ടേ മക്കളെ? ഹൊറിസോണ്ടൽ ഉണ്ടാവണമെങ്കിൽ എന്താവണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആവുമ്പോ ഇതിന് ഫൈനൈറ്റ് വാല്യൂ കിട്ടണം അല്ലെ? എല്ല് വരണം. അത് ഇവിടെ നടക്കുന്ന കാര്യമല്ല. കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 പ്ലസ് സൈൻ എക്സ് എന്തല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അയാൾക്ക് എന്തില്ല? ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഇല്ല. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഇല്ല. ഈ പോയിന്റ് ഇപ്പൊ കണ്ട പോയിന്റുകളിലൊക്കെ എന്തുണ്ട്? വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ട്, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഇല്ല. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് മക്കളെ f' x ഈക്വൽ ടു നമ്മുടെ താരം എന്താണ്? 1/1 പ്ലസ് സൈൻ എക്സ് ആണ്. വളരെ ചെറുത്. what is f' x? പറയും. -1/1 പ്ലസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് എക്സ്. എന്താ പറ്റാത്തെ? നിങ്ങൾക്ക് വളരെ എനിക്ക് ബെസ്റ്റ് കിട്ടാ. That is equal to minus cos x divided by 1 plus sin x whole square. കിട്ടി മക്കളെ? ഇതാണ് എന്ത്? f'(x). ഓക്കെ. ഇനി f'(x) മുകളിൽ പിന്നെ കോസ്, താഴെ സൈൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഫംഗ്ഷൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഡിഫൈൻഡ് അല്ലാത്ത f'(x) കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ് ഉണ്ടല്ലോ മക്കളെ. നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെ വരില്ലേ? വരും. ഏതൊക്കെ പോയിന്റിലാണ്? x ഈക്വൽ ടു നേരത്തെ പറഞ്ഞത് 3π/2 2nπ പ്ലസ് 3π/2. 2nπ പ്ലസ് 3π/2 വേറെ n ഈക്വൽ ടു 0 +or -1 +or -2 എക്സെട്ര. ഈ ചങ്ങാതി അവിടെ എന്തല്ല? f'(x) കണ്ടിന്യൂസ് അല്ല അല്ലേ? കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് അല്ല. ആൻഡ് ഹാസ് 0 സെറ്റ്. ഏത് പോയിന്റിലാണ് f'(x) 0 ആവുന്നത്? 3π/2 അങ്ങനത്തെ. വെരി ഗുഡ്. ന്യൂമറേറ്റർ 0 ആയ പോരെ? f'(x) 0 ആവണേ. f'(x) 0 ആവുന്ന എപ്പോഴാ? cos x 0 ആവുമ്പോഴല്ലേ?
എക്സ് എപ്പോഴാ? പൈ ബൈ ടു പറയൂട്ടെ. 3π/2 -π ഒക്കെ വരില്ലേ? അതൊക്കെ വരില്ലേ? ആ പൈ ബൈ ടു പിന്നെ എത്രയാ വരുന്നേ? 3π/2 3π/2 സീറോ ആവുന്ന സ്ഥലങ്ങൾ 5π/2 7π/2 ഇങ്ങനെ അല്ലെങ്കിൽ പൈ ബൈ ടുവിന്റെ കൂടെ 2n π ആഡ് ചെയ്താ പോരെ? 2n ആണോ? 2n + 1 അല്ലേ? പൈ ബൈ ടുവിന്റെ കൂടെ 2n π ആഡ് ചെയ്താൽ ആ ശരിയാവും? ആലോചിച്ച് പറയും. ശരിയാവും. ശരിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ എന്താവണതാ നമ്മൾ പറയണേ? കോസ് എക്സ് എന്താവണതാ? 2nπ പറ്റില്ലല്ലോ. അപ്പൊ 5 ആവില്ലേ? 5π/2 ആയി പോവില്ലേ? 3π വരും. 5π/2 എന്ന് പറഞ്ഞാൽ എത്ര ആ, വരിക? വരില്ല. ആ 5π/2 എത്രയാ? ആംഗിൾ എത്രയാ വരുന്നേ പിള്ളേരെ? 5π/2. 4π/2 എന്ന് പറഞ്ഞാൽ അത് 2π ആണ്. 2π + π/2 ശരിയല്ലേ? ആ സർ. ആ സർ, പക്ഷെ 3π/2 വരുന്നില്ല എന്നാ പറഞ്ഞതില്. ഇതില് 3π/2 വരുന്നില്ല എന്നാണ് നീ ഉദ്ദേശിച്ചത് അല്ലെ? ആ സർ. അല്ലേ? നമ്മൾ നേരത്തെ എഴുതിയിരുന്നത് എന്തൊക്കെയാണ്? 3π/2 + 2n π അല്ല ആഡ് ചെയ്തു പോയിരുന്നേ. ഹലോ പിള്ളേരെ സർ, അതെ nπ അല്ലേ? nπ ഓട് ആണ്. മൾട്ടിപ്പിൾ അല്ലേ? കേട്ടില്ല? ഓട് മൾട്ടിപ്പിൾ 2n - 1 അങ്ങനെ അങ്ങനെ എന്തോ എഴുതില്ലേ നമ്മള്? ഉവ്വ. ഇതിവിടെ ഓട് എന്താ കുഴപ്പം മൾട്ടിപ്പിൾ ഓഫ് വരുന്നതെന്ന് അറിയോ? 5/2. നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. 2n π എന്നുള്ളത് മാറ്റിയിട്ടാണല്ലോ നിങ്ങൾ പറയണേന്നല്ലേ പറയണേ സാർ? നിങ്ങൾ പറയണേ അല്ലെ? 2n π മാറ്റിയിട്ട് 2n + 1 π ആഡ് ചെയ്യണം അല്ലെ? nπ പറ്റില്ലേ? nπ പറ്റില്ലേ? n π പറ്റൂ? ഇതൊക്കെയാണ് ഞാൻ മുഴുവൻ അങ്ങോട്ട് പറഞ്ഞത് കേൾക്കൂ നിങ്ങള്. നമ്മൾ നേരത്തെ ഒരു ആ സർ. ചങ്ങാതി പിടിച്ചിരുത്തിയിട്ടില്ലേ ഡിനോമിനേറ്റർ 0 ആവണ കേസ്? നോക്കി. എന്താണ്? 3π/2 + 2π ആണ്. 2nπ. 2n π ആണ്. ഓക്കെ. ഇവിടെ വരുന്നത് ഇതിൽ ഒരു കൺസിഡറേഷൻ വന്നിട്ടില്ല എന്നാണ് നിങ്ങളുടെ ഒരു കംപ്ലൈന്റ് വരുന്നത് പിള്ളേരെ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ പറയണത്? ആ കേൾക്കുന്നുണ്ട് സർ. ആ അതായത് ആ 3π/2 സാർ എന്താ എടുക്കാഞ്ഞെന്നാണ് നിങ്ങൾ ചോദിക്കണേ അല്ലേ? ആ സർ. അത് നേരത്തെ എടുത്തു പോയിട്ടുണ്ട്. ഹലോ, നേരത്തെ അത് ചോദിച്ചതാരാ? ഹലോ പിള്ളേരെ, ആ സർ. മക്കളെ ഒന്നുകൂടി കോസ് എക്സ് 0 ആവുന്നത് π/2 മാത്രമല്ല 3π/2 0 ആണ് അല്ലേ മക്കളെ? ആ അതിലെല്ലാം അല്ലേ? മനസ്സിലായ? π/2 0 പിന്നെ എവിടെ 0? 3π/2 5π/2 0 ആണ്. അത് പക്ഷെ ഓൾറെഡി ഇതിൽ വന്നു പോയിട്ടില്ലേ മക്കളെ? അതില് ഹലോ, അത് ഇതിൽ വന്നു പോയിട്ടില്ലേ 3π/2? ആ സർ, വന്നിട്ടുണ്ട്. ശരി. ക്ലിയർ ആവുന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും? ആ സർ, കിട്ടി. അതായത് നമ്മളിപ്പോ എടുക്കുന്നത് നിങ്ങൾക്കത് ഈ π/2 എന്ന് പറയുന്ന ആംഗിൾ ഇത് ഇവനെ വെച്ചിട്ട് നമ്മൾ അവിടെ തന്നെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടേക്കാണ് കിട്ടിയ റൈറ്റ്? മോളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ സർ, ആ കേൾക്കുന്നുണ്ട്. ഈ π/2 അവന്റെ അനന്തരാവകാശികൾ എന്ന് പറഞ്ഞാൽ ആരാ? 2n π ആഡ് ചെയ്യുമ്പോഴല്ലേ കിട്ടുക? അതെ. ആ ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു കറക്കി വെച്ചിട്ടുണ്ട് ഈ സാധനം. 3π/2 അവന്റെ അനന്തരാവകാശികൾ അവിടെയും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. 2n π ആഡ് ചെയ്യില്ലേ ഉള്ളേ പിള്ളേരെ? ആ സർ. ഹലോ, അപ്പൊ നമ്മള് പർപ്പസ് സേവ് ആവുണ്ടല്ലോ കുട്ടികളെ? പർപ്പസ് ആ സർ. പക്ഷെ നമ്മുടെ ഈ പറയുന്ന ഫോമില്ലേ, മറ്റേ കോസിന്റെ എക്സിന് കൊടുക്കുമ്പോ ജസ്റ്റ് π/2 nπ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലേ? എല്ലാം വരില്ലേ അപ്പൊ? 2n π. അപ്പൊ നമുക്കത് ഓവർലാപ്പിംഗ് വരുന്നത് മാത്രമേ ഉള്ളൂ. 2nπ അല്ല nπ കൊടുത്താ എല്ലാം വരില്ലേ? nπ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം വരും. പക്ഷെ ഇവിടെ അത് ഒഴിവാക്കിയത് എന്താ വെച്ചാൽ നമ്മള് ഈ π/2ന്റെ കൂടെ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ കൂടെ എടുത്തു. ഇവിടെ എന്ത് എടുത്തിട്ടുണ്ട്? 3π/2ന്റെ കൂടെ ആഡ് ആവുന്ന സാധനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്.
ആ സാർ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓവർലാപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ആഡ് ചെയ്തിട്ടുള്ളത് അവര് 2nπ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞത് എനിക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് 5/2ന്റെ കൂടെ 5/2ന്റെ കൂടെ പൈ ആഡ് ചെയ്താൽ താഴ്ത്തിക്ക് വന്നു അല്ലെ മക്കളെ? ഇതാണ് 5/2. അതിന്റെ കൂടെ 5/2 പൈ കൂടി ആഡ് ചെയ്താൽ എന്തായി? ഇതെത്തി. അവിടെയും കോസ് എന്താ? കോസ് ഇവിടെ 0 അല്ലേ മക്കളെ? 0 അല്ലേ? 0 ആണ്. ഇനി ഇതിന്റെ കൂടെ പൈ ആഡ് ചെയ്താൽ ഇപ്പഴത്തേക്ക് എത്തി. ഇതിന്റെ കൂടെ പൈ ആഡ് ചെയ്താൽ ഇപ്പഴത്തേക്ക് എത്തി. അപ്പൊ കോസ് എക്സ് 0 ആവാനായിട്ട് 2nπ ആഡ് ചെയ്യണമെന്നില്ല. എന്ത് ആഡ് ചെയ്താൽ മതി? nπ ആയാലും മതി. nπ ആഡ് ചെയ്താൽ മതി. ശരിക്ക് മനസ്സിലായി? ഇത് രണ്ടും രണ്ടായിട്ട് ഇത് രണ്ടിലും കൂടി ഒരുമിച്ച് വരുന്നതേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു കൂട്ടർ 5/2ന്റെ കൂടെ 2nπ ആഡ് ചെയ്ത് റൗണ്ട് ആയിട്ട് പോകുന്നുണ്ട്. ഒരു കൂട്ടർ ആരുടെ കൂടെ 3π/2ന്റെ കൂടെ 5/2ന്റെ. അപ്പൊ രണ്ടും കിട്ടിക്കൊള്ളിയേ നമുക്ക് അവിടെ നിന്ന്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. യെസ്. അങ്ങനെ ഇന്റർവെൽസ് ഫോം ചെയ്യുന്നു. ഇനി ഏഴാമത്തെ എന്താ പറഞ്ഞേ? ഏഴാമത്തെ എന്താ? എക്സ്ട്രീം മാക്സിമം മിനിമം പോയിന്റ്സ്. ഏഴാമത്തെ പോയിന്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണ്ടേ പിള്ളേരെ? 6 തന്നെ നമുക്ക് എന്ത് കിട്ടി? 6 തന്നെ എന്ത് കിട്ടി? ക്രിട്ടിക്കൽ നമ്പേഴ്സ് ആരൊക്കെയാ? 5/2 പ്ലസ് 2nπ. അത് കൊടുക്കുമ്പോ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. എന്നിട്ട് f of 5/2 plus 2nπ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. f of 5/2 plus 2nπ ഒന്ന് ആഡ് ചെയ്തു കണ്ടുപിടിച്ച് നോക്കിയ വാല്യൂ എത്രയാ വരുന്നത് നോക്കൂ. 1/1 plus sin π/2 plus 2nπ. അത് sin π/2 ആണ്. അപ്പൊ 1/1 plus 1 sin π/2 1 ആണ്. 1/2 കിട്ടുന്നുണ്ടാവും. ഓക്കെ. ഇനി അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം.